Good morning and welcome back. Let us continue our discussion on consignment accounts. So, in our last class, consignment and basic structure and the procedure, the process. Brief consignment main party who intends to sell generally in another location other than his original place of business. We consignment entry agreement. Our main business owner who wants to transact or do business in another location is principal അല്ലെങ്കിൽ consigner. ഇയാള് മറ്റൊരു ആളെ ഏൽപ്പിക്കുകയാണ് ഇയാളുടെ ഗുഡ്സ് ആ പുതിയ ലൊക്കേഷനിൽ കസ്റ്റമേഴ്സിനെ കണ്ടുപിടിച്ച് മെയിൻ പ്രിൻസിപ്പലിന്റെ ഗുഡ്സ് വിറ്റ് സെയിൽസ് നടത്തും. അങ്ങനെ പ്രിൻസിപ്പൽ അല്ലെ കൺസൈനർ ആയ നമ്മൾ ഇന്നലെ പറഞ്ഞ എക്സാമ്പിളിൽ മിസ്റ്റർ എ അപ്പോയിന്റ് ചെയ്യുന്നത് പുതിയൊരു ലൊക്കേഷനിൽ ബിനെയാണ് വെക്കുക ടു ഡു ദിസ് ട്രാൻസാക്ഷൻ. ആ ബി എന്ന് പറയുന്നതാണ് ഏജന്റ് അല്ലെങ്കിൽ കൺസൈനി. He only acts on behalf of the consigner. ഈ ബി അല്ലെ ഏജന്റ് ആ പെർട്ടിക്കുലർ ലൊക്കേഷനിൽ പല ടാർഗറ്റ് കസ്റ്റമേഴ്സിനെയും കണ്ടുപിടിച്ച് എയുടെ പ്രോഡക്ട്സ് വിൽക്കും. ഇങ്ങനെ എനെ സഹായിക്കുന്ന ബിക്ക് സെയിൽസ് ഓഫ് ഗുഡ്സ് അല്ല വരുന്നത്, അല്ലെങ്കിൽ അയാൾ എയുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തതായിട്ടല്ല നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. പകരം എ ഗുഡ്സ് അയക്കുക മാത്രമാണ് ബിക്ക്. പൊസഷൻ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. Ownership of products or goods still remain with the consigner, Mr. A. അപ്പോൾ പൊസഷൻ കിട്ടിയ ബി പല കസ്റ്റമേഴ്സിലേക്കും ഈ പ്രോഡക്റ്റ് സെല് ചെയ്ത് കഴിയുമ്പോൾ സെയിൽസ് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് ഈ കൺസൈനർ ആണ്. എന്നാൽ ഇങ്ങനെ ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്ന ബി വെറുതെ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും ഈ ഒരു എഗ്രിമെന്റിന് സമ്മതിക്കുന്നത്. ഹി എക്സ്പെക്ട് സം റിട്ടേൺ ഫ്രം മിസ്റ്റർ എ. ആ റിട്ടേൺ ആണ് കമ്മീഷൻ. സോ കമ്മീഷൻ ആണ് ഏജന്റ് അല്ലെ കൺസൈനിയുടെ ഇൻകം ആൻഡ് കമ്മീഷൻ മിസ്റ്റർ എയുടെ എക്സ്പെൻസും ആണ്. ഇത്രയാണ് ബേസിക് ഒരു സ്ട്രക്ചർ ആയിട്ട് നമ്മൾ പറഞ്ഞത്. പിന്നെ ഇവിടെ ഗുഡ്സ് വിൽക്കുകയല്ല എ ബിക്ക് ചെയ്യുന്നത്, പകരം അയക്കുന്നത് മാത്രമായത് കാരണം യു ഡു നോട്ട് പ്രിപ്പയർ എ ഇൻവോയ്സ് ബട്ട് എ പ്രൊഫോമ ഇൻവോയ്സ്. പ്രൊഫോമ ഇൻവോയ്സിനകത്ത് എല്ലാ ഡീറ്റെയിൽസും കാണും, ജസ്റ്റ് ലൈക്ക് ഇൻവോയ്സിനകത്ത് വരുന്നത് പോലെ തന്നെ എത്ര ക്വാണ്ടിറ്റി എത്ര ക്വാണ്ടിറ്റി അയച്ചു, എത്ര ഉണ്ടായിരുന്നു, അതിൻ്റെ വർത്ത് എന്നൊക്കെയുള്ള ഇൻഫർമേഷൻ പ്രൊഫോമ ഇൻവോയ്സിലായിരിക്കും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ സെയിൽ ഇൻവോയ്സ്. ആ സെയിൽ ഇൻവോയ്സ് ഫൈനൽ കസ്റ്റമറായ XYZനൊക്കെ കിട്ടുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. And then we discussed on how to compute the cost of each goods or inventory that is being sent to the agent or consignee. അല്ലെ വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററീസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. അതിന് നമ്മൾ 2-3 എക്സാമ്പിൾ ഉപയോഗിച്ചാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തത്. കോസ്റ്റ് പെർ യൂണിറ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ യു ഹാവ് ടു ആഡ് ദ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ്. അതായത് ഈ മിസ്റ്റർ എക്ക് ഇത് ട്രേഡ് ചെയ്ത് വാങ്ങിച്ച് പർച്ചേസ് ചെയ്ത് കിട്ടിയതാണെങ്കിലും അല്ല അയാൾ മാനുഫാക്ചർ ചെയ്താണെങ്കിലും ആ പെർട്ടിക്കുലർ സ്റ്റേജ് വരെയുള്ള ഒറിജിനൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്ലസ് കൺസൈനർ എക്സ്പെൻസ് ആയിട്ട് ഇൻകർ ചെയ്യുന്നത് ടു എൻഷുർ ദാറ്റ് ദീസ് ഗുഡ്സ് റീച്ച് കൺസൈനിയുടെ ലൊക്കേഷൻ വരെ. അതിനുവേണ്ടി കൺസൈനർ ഇൻകർ ചെയ്യുന്ന ഡയറക്റ്റ് എക്സ്പെൻസസ് ഓർ എക്സ്പെൻസസ്. മൂന്നാമത്തേത് കൺസൈനി ഏതെങ്കിലും ഡയറക്റ്റ് എക്സ്പെൻസ് ഇൻകർ ചെയ്യുന്നുണ്ട് ടു എൻഷുർ ദാറ്റ് ദീസ് ഗുഡ്സ് ആർ അറ്റ് ഹിസ് പൊസഷൻ ഇൻ സെയിലബിൾ കണ്ടീഷൻ. അയാളുടെ പൊസഷനിലേക്ക് കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ഡയറക്റ്റ് എക്സ്പെൻസ് ഇൻ റിലേഷൻ ടു ഈ പെർട്ടിക്കുലർ ഗുഡ്സ് ഇൻകർ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് വേണം ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സിലേക്ക് അറൈവ് ചെയ്യാൻ. ആൻഡ് ദെൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് വിൽ ഗിവ് യു കോസ്റ്റ് പെർ യൂണിറ്റ്. ഈ കോസ്റ്റ് പെർ യൂണിറ്റ് വെച്ചിട്ടായിരിക്കണം വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററി നടക്കേണ്ടത്. അതായത് ഇമാജിൻ ബിക്ക് കൊടുത്തുവിട്ട ഗുഡ്സ് 100 യൂണിറ്റിൽ 30 എണ്ണം വിറ്റുപോയില്ല. സോ ആ 30 എണ്ണം എവിടെ കാണണം? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മിസ്റ്റർ എയുടെ ബുക്സിൽ കാണണം ആസ് കൺസൈൻമെന്റ് സ്റ്റോക്ക്. അല്ല നമ്മൾ 4ാമത്തെ പോയിന്റ് എഴുതിയത്. അത് എഴുതുമ്പോൾ നമ്മൾ യൂണിറ്റ്സ് മാത്രമല്ല എഴുതേണ്ടത്, അല്ലെ യൂണിറ്റ്സ് അല്ല എഴുതേണ്ടത്. അവിടെ എന്താണ് ട്രേഡിങ്ങിൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് കാണിക്കേണ്ടത്?
പറയുന്നത് അതിന്റെ വാല്യൂ ആണ്. സോ 30 യൂണിറ്റ്സ് ഇൻടു ഈ കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടുന്ന എത്രയാണോ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും യു വിൽ ഗെറ്റ് ദ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. കോസ്റ്റ് ഓർ NRV whichever is less എന്നാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യുവേഷൻ പഠിക്കുന്നത്. പക്ഷേ ഇവിടെ NRV ആയിട്ട് നമ്മൾ ഇൻഫർമേഷൻ ഒന്നും ഇല്ലെങ്കിൽ we are going to assume that cost or NRV is either same, or since NRV is not available, we can directly go ahead and apply cost to find inventory value. Yeah. ഇനി അടുത്ത പറഞ്ഞത് ഡയറക്റ്റ് എക്സ്പെൻസിന് മറ്റൊരു പേരും കൂടെ വേണമെങ്കിൽ പറയാം, നോൺ റെക്കറിങ് എക്സ്പെൻസസ്. ഇത് ഏത് പറഞ്ഞാലും നോൺ റെക്കറിങ് എക്സ്പെൻസസ്. This should be added to the total cost of goods to arrive at cost per unit. ഇനി ബി എന്ന് പറയുന്ന ഏജന്റ് അല്ലെ കൺസൈനി ഡയറക്റ്റ് എക്സ്പെൻസ് മാത്രമല്ല ഇൻകർ ചെയ്യാൻ പോകുന്നത്, ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇൻകർ ചെയ്യും. നമ്മളുടെ എക്സാമ്പിളിൽ ഗോ ഡൗൺ റെന്റ് ആൻഡ് ഇൻഷുറൻസ് ഗോ ഡൗൺ എന്ന് പറയുന്നത്. പക്ഷെ ആ എക്സ്പെൻസും കൺസൈനി ഇൻകർ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? മിസ്റ്റർ എ അല്ലെ കൺസൈനറിന് വേണ്ടി. ഈ ഒരു കൺസൈൻമെന്റ് ഇല്ലായിരുന്നെങ്കിൽ അയാൾക്ക് എക്സ്പെൻസ് ഇൻകർ ചെയ്യേണ്ട കാര്യമില്ല. സോ കോസ്റ്റ് പെർ യൂണിറ്റ് കമ്പ്യൂട്ടേഷന് ആ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്തില്ലെങ്കിൽ കൂടി ആ എക്സ്പെൻസ് ബി ഇൻകർ ചെയ്യുന്നത്, ബി എന്ന് ഞാൻ വീണ്ടും പറയുന്നത് ലാസ്റ്റ് ക്ലാസ്സിലെ എക്സാമ്പിളിനെ റിലേറ്റ് ചെയ്താണ്. കൺസൈനി എന്ന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞ് മുന്നോട്ട് പോകാം. സോ കൺസൈനി ഇൻകർ ചെയ്യുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൂടി കൺസൈൻമെന്റിന്റെ ഭാഗമായിട്ട് വന്നാണ്. അതപ്പോൾ ആരുടെ എക്സ്പെൻസ് ആയി മാറും? കൺസൈനറിന്റെ തന്നെ എക്സ്പെൻസ് ആണ്. സോ അതുകൊണ്ടാണ് നമ്മളൊരു പോയിന്റ് എഴുതിയത്, കൺസൈനി ഈ കൺസൈൻമെന്റിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ എക്സ്പെൻസ് ഇൻകർ ചെയ്താലും അതെല്ലാം ആരുടെയാണ്? കൺസൈനറുടെയാണ്. ആൻഡ് ഹി ഹാസ് ടു ബെയർ ഇറ്റ്. ആൻഡ് ദെൻ വി സ്പോക്ക് അബൌട്ട് ഈ നമ്പർ ഓഫ് യൂണിറ്റ്സിൽ വരാൻ സാധ്യതയുള്ള ഒരു ഡീവിയേഷൻ അല്ലെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ്. ഇറ്റ് നീഡ് നോട്ട് ബി ദ കേസ് ദാറ്റ് എ കൊടുത്തു വിടുന്ന ഗുഡ്സ് അല്ലെ കൺസൈനർ കൊടുത്തു വിടുന്ന ഗുഡ്സ് അങ്ങനെ തന്നെ ബിക്ക് കിട്ടണമെന്ന്. അത് നഷ്ടം വരാൻ സാധ്യതയുണ്ട്. ആ നഷ്ടം എങ്ങനെയൊക്കെ വരാം? ഒന്ന് നോർമൽ ലോസ്, അതായത് അവർ ട്രേഡ് ചെയ്യുന്ന ഗുഡ്സിന്റെ പ്രത്യേകത കാരണം സ്വാഭാവികമായിട്ടും വെതർ കണ്ടീഷൻസും അല്ലെ ആ ടൈം പീരീഡ് ലാപ്സ് ആവുന്നത് വഴി ഇൻകർ ചെയ്യാവുന്ന ലോസ് ഉണ്ട്. പെരിഷബിൾ ഗുഡ്സ് അല്ലെ, അങ്ങനെയുള്ള ലോസ് അത് അവോയ്ഡ് ചെയ്യാനേ പറ്റില്ല. ഈ പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയിലേക്ക് എൻ്റർ ചെയ്യുന്ന എല്ലാവരും ഫേസ് ചെയ്യേണ്ട ഒരു ലോസ് ആണെങ്കിൽ that will be termed as normal loss. And when you have a normal loss in a scenario, consignmental cost per unit കണ്ടുപിടിക്കാൻ divided by total number of units ൽ നിന്ന് നമ്മൾ normal loss units കൂടെ eliminate ചെയ്യണം. ഇതിന്റെ അർത്ഥം വേറൊന്നുമില്ല, നോർമൽ യൂണിറ്റ്സ് നഷ്ടപ്പെട്ട് കഴിഞ്ഞു, ഇനി ബാക്കി മിച്ചമുള്ള യൂണിറ്റ്സ് മാത്രമേ നമ്മൾക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ നിന്ന് വേണം നമ്മൾ പ്രോഫിറ്റും അല്ലെ കോസ്റ്റും റിക്കവർ ചെയ്യാൻ. കോസ്റ്റ് റിക്കവർ ചെയ്യുകയും പ്രോഫിറ്റ് ഏൺ ചെയ്യുകയും ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ നോർമൽ ലോസിന്റെ നഷ്ടം നമ്മൾ ആർക്ക് പാസ് ഓൺ ചെയ്യും? കോസ്റ്റ് പ്രൈസ് ഇൻകം. ഡിനോമിനേറ്റർ കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? നമുക്ക് കിട്ടുന്ന ആൻസർ ഇൻക്രീസ് ആയിരിക്കും. ഡിനോമിനേറ്റർ 100 ആയിരുന്നെങ്കിൽ 65 കിട്ടുന്നത്. ഡിനോമിനേറ്റർ 95 ആയപ്പോൾ, അതായത് ഡിനോമിനേറ്ററിൽ ഡിപ്പ് വന്നപ്പോൾ നമ്മുടെ കോസ്റ്റ് പ്രൈസ് 68 ആയി. വിച്ച് മീൻസ് you are transferring this cost price onto the final customer, but that is fine since it is a normal loss which is unavoidable. But there can be another type of loss as well which is known as abnormal loss. That is normally നഷ്ടം വരാൻ പോകുന്ന ലോസ് അല്ല, പക്ഷേ നമ്മളുടെ അശ്രദ്ധ കാരണം അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പർ കെയർ എടുക്കാത്തത് കാരണം വരുന്ന ലോസ് ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് അബ്നോർമൽ ലോസ്, അതായത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം തീപിടുത്തം, വെള്ളപ്പൊക്കം, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് മോഷ്ടിച്ചു, അങ്ങനത്തെ ലോസസ് ഒക്കെ വിൽ ബി ടേംഡ് ആസ് അബ്നോർമൽ ലോസ്. ആൻഡ് അബ്നോർമൽ ലോസ് ഒരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ കോസ്റ്റ് പെർ യൂണിറ്റിന് നമ്മൾ ഒരിക്കലും അബ്നോർമൽ ലോസിന്റെ യൂണിറ്റ്സ്, നമ്പർ ഓഫ് യൂണിറ്റ്സിൽ നിന്ന് കുറയാൻ പാടില്ല. ഇതിന്റെ അർത്ഥം എന്താണ്? അബ്നോർമൽ ലോസ് ബിസിനസ് പേഴ്സന്റെ അശ്രദ്ധ കാരണമോ അല്ലെങ്കിൽ അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ കാരണമോ വന്നൊരു ലോസ് ആണ്. അതൊരിക്കലും ഫൈനൽ കസ്റ്റമർ ബെയർ ചെയ്യേണ്ട കാര്യമില്ല. അത് ആര് തന്നെ ബെയർ ചെയ്യണം? അതൊരു നഷ്ടമായിട്ട് ട്രേഡിംഗ് വഴി വന്നൊരു നഷ്ടമല്ല, അല്ലാത്ത ഒരു ലോസ് ആയി, അവോയ്ഡബിൾ ഒരു ലോസ് ആയിരുന്നു. പക്ഷെ നമ്മളുടെ അശ്രദ്ധ കാരണം വന്ന ഒരു അബ്നോർമൽ ലോസ് ആണ്. therefore നമ്മൾ പറയും കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കേണ്ട, പകരം എൻ്റെ ലോസ് ആയിട്ട് എൻ്റെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. എൻ്റെ ട്രേഡിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇനി നോർമൽ ലോസിന് ഒരിക്കലും ഒരു ജേർണൽ എൻട്രി ഉണ്ടാവില്ല.
ഈ കോസ്റ്റ് പെർ യൂണിറ്റിലുള്ള ഇമ്പാക്റ്റും ആൻഡ് ഫൈനലി അതുവഴി നമ്മുടെ ഫൈനാൻഷ്യൽസിൽ വരുന്ന ഇമ്പാക്റ്റ് മാത്രമേ നോർമൽ ലോസിന് ഉണ്ടാവുകയുള്ളൂ. ബട്ട് അബ്നോർമൽ ലോസ്, സിൻസ് നമ്മൾ ഒരു ട്രേഡിങ് പ്രിപ്പയർ ചെയ്ത് അത് പഠിച്ചിരുന്നു, അബ്നോർമൽ ലോസ് ഞാൻ ഒന്നെങ്കിൽ പർച്ചേസ് ചെയ്തതോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം പർച്ചേസ് ചെയ്ത് ഹോൾഡ് ചെയ്തതോ ആണ്. അത് ഈ വർഷം എനിക്ക് വിൽക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ അതിൻ്റെ ട്രേഡിങ്ങിൽ ഓൾറെഡി ഡെബിറ്റ് സൈഡിൽ കോസ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞു. ഇനി അത് അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോയാൽ ഇറ്റ് വിൽ അഫക്ട് മൈ ഗ്രോസ് പ്രോഫിറ്റ്, ബിക്കോസ് സെയിലായിട്ട് എനിക്കത് വിൽക്കാൻ പറ്റിയിട്ടില്ല. സോ അബ്നോർമൽ ലോസിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിൽ അത് ഇൻക്ലൂഡഡ് ആണ്. ടു എലിമിനേറ്റ് ഇറ്റ്സ് എഫക്ട് ഓപ്പോസിറ്റ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്യുക ബൈ അബ്നോർമൽ ലോസ്. ഇതിന്റെ അർത്ഥം അബ്നോർമൽ ലോസ് ക്രെഡിറ്റ് ചെയ്യുന്നതിന്റെ അർത്ഥം ഇൻകം കാണിക്കുക എന്നല്ല, കോസ്റ്റ് പ്രൈസ് ഡെബിറ്റിലായിരുന്നു, അതിന്റെ എലിമിനേഷൻ ആണ് ക്രെഡിറ്റ് സൈഡിൽ നടക്കുന്നത്. ഇനി എലിമിനേറ്റ് ചെയ്താൽ മാത്രം മതിയോ ട്രേഡിങ്ങിൽ നിന്ന്? ഗ്രോസ് പ്രോഫിറ്റിനെ എഫക്ട് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ബട്ട് അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് മൈ ലോസ് ആൻഡ് ഇറ്റ് ഷുഡ് എഫക്ട് മൈ നെറ്റ് പ്രോഫിറ്റ്. ദെയർഫോർ ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്തതിനെ നിങ്ങൾ P&Lലേക്ക് കൊണ്ടുവരും. P&Lലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം. ഒന്നെങ്കിൽ ടോട്ടൽ ലോസ് ഓൺ ദാറ്റ് ഗുഡ്സ്, അതിന്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണെങ്കിലും ആ കോസ്റ്റ് പ്രൈസ് എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചു അതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. നമ്മൾക്ക് അബ്നോർമൽ ലോസ് ഉള്ള കേസിൽ കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടി 65, 10 യൂണിറ്റ്സ് എന്നറിയായിരുന്നു. സോ 10 യൂണിറ്റ്സ് ഇൻറ്റു 65 ഇസ് ഈക്വൽ ടു 650 എന്നാണ് ഇൻഫർമേഷൻ കിട്ടിയത്. സോ ആ എമൗണ്ട് ആണ് ലോസ് ആയിട്ട് നമ്മൾ റെക്കോർഡ്. പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒരു പോർഷൻ കുറച്ചെങ്കിലും ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ക്ലെയിം ആയിട്ട് തിരിച്ചു കിട്ടുകയാണെങ്കിൽ ആ ക്ലെയിം കിട്ടുന്ന എമൗണ്ട് നമ്മൾക്ക് ക്രെഡിറ്റിൽ കാണിക്കാം. ഇതൊരു രീതിയിലുള്ള പ്രസന്റേഷൻ. ഇതിന്റെ അർത്ഥം ഇതിന്റെ നെറ്റ് എഫക്റ്റ് മാത്രം എൻ്റെ P&Lനെ എഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റിനെയോ നെറ്റ് ലോസിനെ എഫക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ യു ക്യാൻ ഓൾസോ ഷോ നെറ്റ് എഫക്റ്റ് മാത്രം ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. ഇതിന്റെ അർത്ഥം ഒന്നുമില്ല, ആക്ച്വൽ ലോസ് ടു ദ കമ്പനിയാണ് നമ്മൾ P&L റെക്കോർഡ് ചെയ്യുന്നത്. ഇത്രയാണ് ഇന്നലെ ഡിസ്കസ് ചെയ്തത്. ഇതിന് കൂടെ നമ്മൾ ഒരു പോയിന്റും കൂടെ പറഞ്ഞു, a statement known as account sales. account sales എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് കൺസൈനി ആണ്. അതിനകത്ത് എന്തൊക്കെ ഇൻഫർമേഷൻ കാണും? എത്ര ഗുഡ്സ് വിറ്റു, എത്ര എണ്ണം ട്രേഡ് ചെയ്തു, എത്രയൊക്കെ എക്സ്പെൻസ് ഇൻകർ ചെയ്തിട്ടുണ്ട്, കമ്മീഷൻ അതിന്മേൽ എത്രയുണ്ട്, ഇനിയും അൺസോൾഡ് ആയിട്ട് എത്ര എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്, അതെല്ലാം കൂടി സമ്മറൈസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അക്കൗണ്ട് സെയിൽസ്. എന്നിട്ട് ഈ അക്കൗണ്ട് സെയിൽസ് ഒരു ഫ്രീക്വന്റ് ബേസിസിൽ കൺസൈനറിന് അയച്ചു കൊടുക്കും. അതിന്റെ ബേസിലാണ്, ആ സ്റ്റേറ്റ്മെന്റിന്റെ ബേസിലാണ് കൺസൈനർ കമ്മീഷൻ ബുക്ക് ചെയ്യുന്നതും സെയിൽസ് റെക്കോർഡ് ചെയ്യുന്നതും എല്ലാം. ഇത് നിങ്ങൾക്ക് ഫോർമാറ്റ് അല്ലെ പ്രസന്റേഷൻ പഠിക്കാനൊന്നുമില്ല. അക്കൗണ്ട് സെയിൽസ് എന്താണെന്ന് മനസ്സിലാക്കാം. മേ ബി ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ അക്കൗണ്ട് സെയിൽസിന്റെ എക്സ്പ്ലനേഷൻ എല്ലാം ചോദിച്ചെന്നോ അല്ലെങ്കിൽ മാച്ച് ചെയ്യാനോ വന്നെന്നിരിക്കാം. But try to understand this is a statement. So we have covered till this portion in last class. Let us continue few more theories and then we will slowly take up problems. ഇനി നമ്മൾ പറഞ്ഞു ഈ ഒരു ട്രാൻസാക്ഷൻ കൺസൈനി എൻറ്റർ ചെയ്യണമെങ്കിൽ കൺസൈനിക്ക് എന്തെങ്കിലും ഒരു റിട്ടേൺ വേണം. ആ റിട്ടേൺ ആണ് കൺസൈനിനെ സംബന്ധിച്ചിടത്തോളം കമ്മീഷൻ, അല്ലേ? ഈ കമ്മീഷൻ കിട്ടിയില്ലെങ്കിൽ കൺസൈനി ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഫ്രീ ഓഫ് കോസ്റ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. This commission or income is split into 3 types. One is ordinary commission, next is del creditor commission, and finally overriding commission. ഇനി ഓർഡിനറി കമ്മീഷൻ എന്താണ്? ഇവർ നടത്തുന്ന സെയിലിന്റെ ബേസിൽ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് കൺസൈനർ എൻറ്റർ ചെയ്യും അല്ലെ എഗ്രി ചെയ്യും. എത്ര സെയിൽ നടത്തിയാലും ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് 10% അല്ലെങ്കിൽ 5% ഫിക്സഡ് കമ്മീഷൻ പെർസെൻറ്റേജ് ആണ്. അതാണ് ഓർഡിനറി. ഫിക്സ് ചെയ്തിരിക്കുകയാണ്, അധികം കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ല. ഇനി ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഡെൽ ക്രെഡിറ്റർ കമ്മീഷനിൽ കൺസൈനർ ഉദ്ദേശിക്കുന്നത് കൺസൈനി കുറച്ചും കൂടെ സെയിൽസ് നടത്താൻ കുറച്ചൊക്കെ എഫേർട്ട് എടുക്കണം, അതായത് സെയിൽസ് കൂട്ടാൻ ശ്രമിക്കണം. അതിനോടൊപ്പം
ക്രെഡിറ്റ് സെയിൽസ് കൂട്ടാനും ശ്രദ്ധിക്കണം. പക്ഷെ ക്രെഡിറ്റ് സെയിൽസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിനൊരു റിസ്ക് ഇൻവോൾവ് ആണ്. എന്താണ് റിസ്ക്? ക്രെഡിറ്റ് സെയിൽസിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾക്ക് ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിലേക്ക് ആ സെയിലിൻ്റെ എമൗണ്ട് കിട്ടണമെന്ന് നിർബന്ധമില്ല. ബട്ട് യു ഗെറ്റ് എ ഡെറ്റർ അല്ലേ? ഈ ഡെറ്റേഴ്സ് എല്ലാവരും ഫുൾ കാശ് നമ്മൾക്ക് തരണമെന്ന് ഒരു ഗ്യാരണ്ടി നമുക്ക് പറയാം. തരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ബട്ട് ഇൻ റിയാലിറ്റി സം പീപ്പിൾ ക്യാൻ ജസ്റ്റ് സ്റ്റോപ്പ് പേയിങ് us or don't give us pay us fully. അവരുടെ സിറ്റുവേഷൻസ് കാരണമായിരിക്കും ചിലപ്പോൾ പറ്റിക്കപ്പെടാനും സാധ്യതയുണ്ട്. വിച്ച് മീൻസ് വി മൈറ്റ് നോട്ട് ഗെറ്റ് ദ ഫുൾ എമൗണ്ട് അല്ലേ? ആ ഫുൾ എമൗണ്ട് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പേരാണ്, ആ കിട്ടാത്ത എമൗണ്ട് നമ്മൾ എന്തായിട്ട് എഴുതി തള്ളും? ബാഡ് ഡെറ്റ്സ് ആയിട്ട് എഴുതി തള്ളും. ഇനി ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മൾ കൺസൈനോട് പറയാണ്, ഞാൻ നിങ്ങൾക്ക് സാധാരണ ഓർഡിനറി കമ്മീഷനേക്കാളും കൂടുതൽ തരാം, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ കൂടുതൽ കമ്മീഷൻ ഞാൻ തരണമെങ്കിൽ നിങ്ങൾ സെയിൽസ് കൂട്ടാൻ ശ്രമിക്കണം. അതോടൊപ്പം എന്തെങ്കിലും ബാഡ് ഡെറ്റ് വന്നാൽ അത് നിങ്ങൾ ബെയർ ചെയ്യണം. ആര് ബെയർ ചെയ്യണം? ബാഡ് ഡെറ്റ്സ് ടു ബി ബോൺ ബൈ കൺസൈനി. ബാഡ് ഡെറ്റ്സ് ശരിക്കും ബാഡ് ഡെറ്റ്സ് ആരുടെയാണ്? സെയിൽസ് ആരുടെയാണ്? കൺസൈനറിന്റെ. അപ്പോൾ ഒബ്വിയസ്ലി ബാഡ് ഡെറ്റ്സ് ആരുടെ ആയിരിക്കണം? കൺസൈനറിന്റെ ആയിരിക്കണം. പക്ഷെ കൺസൈനർ പറയുകയാണ്, ശരി സമ്മതിച്ചു, എന്റെയാണ് ബാഡ് ഡെറ്റ്, പക്ഷെ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ കമ്മീഷൻ തരാം. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷെ വന്നാൽ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ബാഡ് ഡെറ്റ് ആയി പോകുന്ന സിറ്റുവേഷൻ വന്നാൽ അത് നിങ്ങൾ ബെയർ ചെയ്യണം അല്ലെ ഇൻകർ ചെയ്യണം. അതായത് റിസ്ക് കൂടുതൽ എടുക്കുന്നതിന് ഞാൻ കൂടുതൽ കമ്മീഷൻ നിങ്ങൾക്ക് തരാം. സോ റിസ്ക് കൂടുതൽ എടുക്കുന്നതിന് കൂടുതൽ കമ്മീഷൻ ഞാൻ നിങ്ങൾക്ക് തരാം. ദാറ്റ് ഇസ് ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ. ഇനി there is something called overriding commission. What is overriding commission? ഇപ്പോൾ കൺസൈനിക്ക് പ്രോഡക്ട്സ് കൊടുത്തിട്ട് വിൽക്കാൻ പറയുമ്പോൾ ഒരു സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്ത് കൊടുക്കും അല്ലെ? അങ്ങനെ കൊടുക്കുമ്പോൾ കൺസൈനർ ഒരു ഓപ്ഷനും കൂടെ കൊടുക്കുകയാണ്, ഞാൻ പറഞ്ഞ സെല്ലിംഗ് പ്രൈസ് 150 വെക്കുക. ഈ പ്രൈസിനേക്കാളും കൂടുതൽ പ്രൈസ്, അതായത് 155 രൂപ ഞാൻ പറഞ്ഞതിനേക്കാളും കൂടുതൽ എമൗണ്ടിന് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുകയാണെങ്കിൽ, ഞാൻ തന്നിരിക്കുന്ന ഫിക്സിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് സെയിൽസ് നടത്താൻ പറ്റും, കൂടുതൽ പ്രൈസിന് സെയിൽസ് നടത്താൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ യു ആർ ട്രൈങ് ടു ഹെൽപ്പ് മീ പ്രൊമോട്ട് മൈ ഗുഡ്സ് ബെറ്റർ, അങ്ങനെയാണെങ്കിൽ അതിന് ഞാൻ നിങ്ങൾക്കൊരു എക്സ്ട്രാ കമ്മീഷൻ തരാം. സാധാരണ നടത്തുന്ന സെയിലിന് നോർമലി ഉള്ള ഓർഡിനറി കമ്മീഷൻ തരാം. പക്ഷെ നിങ്ങൾ എടുക്കുന്ന എക്സ്ട്രാ എഫേർട്ടിന് കൂടുതൽ സെയിൽസ് എനിക്ക് ഏൺ ചെയ്ത് തരുന്നത് കാരണം ഞാനും നിങ്ങൾക്ക് എന്ത് തരും? ആ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന എഫേർട്ടിന് ഒരു എക്സ്ട്രാ കമ്മീഷൻ, വിച്ച് ഇസ് നത്തിങ് ബട്ട് ഓവർറൈഡിങ് കമ്മീഷൻ. സോ ദീസ് ആർ 3 types of കമ്മീഷൻ. ഇനി ഈ കമ്മീഷനൊക്കെ ക്വസ്റ്റ്യനിൽ അവർ മോഡൽ തരും. ഇറ്റ് ക്യാൻ ബി ഐദർ ഓർഡിനറി കമ്മീഷൻ, ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ ഓർ ഓവർറൈഡിങ് കമ്മീഷൻ. സോ ക്വസ്റ്റ്യൻ അനുസരിച്ച് കമ്പ്യൂട്ടേഷൻസ് ചെയ്തോളൂ. ഇനി ഡെൽ ക്രെഡിറ്റർ കമ്മീഷനിൽ ഒരു പോയിന്റും കൂടെ പറയാനുണ്ടായിരുന്നു. ഓർഡിനറി കമ്മീഷനൊക്കെ ജനറലി ടോട്ടൽ സെയിൽസിലായിരിക്കും അല്ലെങ്കിൽ ഗ്രോസ് സെയിൽസ് അവർ നടത്തിയതിലായിരിക്കും. ഓവർറൈഡിങ് കമ്മീഷനിൽ അവർ പറയും ഇത്ര രൂപയ്ക്ക് വിറ്റതിന് നോർമൽ പെർസെൻറ്റേജ്, നോർമൽ ഓർഡിനറി കമ്മീഷൻ 150 രൂപയ്ക്ക്, 155 രൂപയ്ക്ക് നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി വിൽക്കുന്നുണ്ടോ അതിന് എക്സ്ട്രാ 5%, അതായത് എക്സ്ട്രാ ആയിട്ട് ഓവർറൈഡിങ് കമ്മീഷൻ കൊടുക്കും. സോ ഈ 2 ഇൻഫർമേഷനും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി തന്നിരിക്കും. ഇനി ഡെൽ ക്രെഡിറ്റർ കമ്മീഷനിൽ ബാഡ് ഡെറ്റ്സ് ബെയർ ചെയ്യുന്നത് കാരണം അഡീഷണൽ കമ്മീഷൻ തരികയാണെന്നാണ് പറയുന്നത് അല്ലേ? സോ ദാറ്റ് ജനറലി ഹാസ് ടു ബി ഡൺ ഓൺ ആ കമ്പ്യൂട്ടേഷൻ ടോട്ടൽ സെയിൽസ് ആയിരിക്കും. പക്ഷെ ബാഡ് ഡെറ്റ്സ് ഇൻകർ ചെയ്യാൻ പോകുന്നതോ ക്രെഡിറ്റ് സെയിൽസ് ആണ്. എന്നാലും ക്വസ്റ്റ്യൻ സൈലന്റ് ആണ്. ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ എന്ന് മാത്രമേ പറയുന്നുള്ളെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ടോട്ടൽ സെയിൽസ് അയാൾ നടത്തിയതിന്മേലാണ്. സ്പെസിഫിക്കലി ക്വസ്റ്റ്യനിൽ പറയുകയാണ് ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ ഷുഡ് ബി ഗിവൺ ഓൺ ദ ക്രെഡിറ്റ് സെയിൽസ് ഡൺ ബൈ കൺസൈനി എന്ന് പറഞ്ഞാൽ മാത്രം ക്രെഡിറ്റ് സെയിൽസ് എടുക്കണം. ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ 5% എല്ലാം പറഞ്ഞാലും it should always be computed on total sales. So this is commission in a nutshell. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഡിസ്കസ് ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മീഷൻ ഇൻ എ കൺസൈൻമെന്റ് ട്രാൻസാക്ഷൻ. ആ 3 എണ്ണമാണുള്ളത്. അതിന്റെ എക്സ്പ്ലനേഷനും ഞാൻ പറഞ്ഞു. തിയററ്റിക്കലി കുറച്ചുകൂടെ എലാബറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കണം, അല്ലെങ്കിൽ എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാലും എങ്ങനെ റെക്കോർഡ് ചെയ്യണം, എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും തിയറി ആയിട്ട് ഇവിടെ
എഴുതിപ്പിക്കുന്നത്. അത് നിങ്ങൾ സ്റ്റഡി മെറ്റീരിയലിൽ പോയി വായിച്ചു പഠിച്ചു. ബട്ട് ദാറ്റ് ഈസ് ദ നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ജസ്റ്റ്. ഇനി നിങ്ങൾക്ക് അങ്ങനെ പോയി വായിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ പറഞ്ഞ 3-4 പോയിന്റ്സ് ഓരോ കമ്മീഷനും ഓർത്തിരിക്കുക. യു ക്യാൻ റൈറ്റ് ഓൺ യുവർ ഓൺ വേർഡ്സ്. സോ ദാറ്റ് ഈസ് commission. Yeah. Next, we have one more theory which I want to discuss right now, and then we will start taking up journal entries. ഇനി നമ്മൾ പറയുന്ന ഈ കേസിലൊക്കെ എ ബി എന്ന് പറയുന്ന ഏജന്റ് പൂനെയിലുള്ള ആൾക്ക് 10 ഷൂസ് കൊടുത്തു വിടുകയാണ് അല്ലേ. പക്ഷെ കൊടുത്തു വിടുമ്പോൾ ഇമാജിൻ എക്ക് ബിനെ ഡയറക്റ്റ്ലി അറിയില്ല. എക്ക് പരിചയമുള്ള ആരോ പൂനെയിലുണ്ട്, അയാൾ മീറ്റ് ചെയ്യിപ്പിച്ച ഒരാളാണ് ബി. സോ ഡയറക്റ്റ് പേഴ്സണൽ റിലേഷൻഷിപ്പ് ഒന്നുമില്ല ബി ആയിട്ട്. അങ്ങനെ വലിയ പരിചയമില്ലാത്ത ഒരാൾക്ക് ലെതർ ഷൂസ് ആണ് കോസ്റ്റ്ലി ആയിരിക്കാം. 10 ഷൂസ് കൊടുത്തു വിടുകയാണ്. എന്താണ് ഗ്യാരണ്ടി ഇത് കിട്ടിക്കഴിയുമ്പോൾ ഇയാൾ സെയിൽസ് നടത്തുക എന്നുള്ളത്? ഇയാൾ 10 ഷൂ കൊണ്ട് അങ്ങ് പോയാലോ? അത് എക്ക് നഷ്ടമാണ് അല്ലേ. സോ എക്ക് ഒരു സേഫ് ഗാർഡിങ് സിറ്റുവേഷൻ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു സേഫ് ഗാർഡിങ് ആയിട്ട് എന്തെങ്കിലും ഒരു സിനാരിയോ ക്രിയേറ്റ് ചെയ്യണം വെൻ ഹി ഈസ് ഡീലിംഗ് വിത്ത് ഏജന്റ് ഓർ കൺസൈനി. അതായത് ഈ ബിയിൽ നിന്ന് ഞാൻ പറ്റിക്കപ്പെടാൻ പാടില്ല. ഗുഡ്സ് കിട്ടി കഴിയുമ്പോൾ അയാൾ ഇതിൽ നിന്ന് ഈ ഗുഡ്സുമായിട്ട് ഓടിപ്പോയാൽ അല്ലെങ്കിൽ ഒളിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഈ ഗുഡ്സും സെയിൽസും ചെയ്യാൻ പറ്റിയില്ല, ഇതിൻ്റെ മുഴുവൻ കോസ്റ്റും എനിക്ക് നഷ്ടമാവുകയും ചെയ്യും അല്ലേ, അബ്നോർമൽ ലോസ് ആയിപ്പോകും. സോ therefore A, to safeguard his interest, he might ask or will generally ask something called as an advance money from the consignee. അല്ലേ? അങ്ങനെ ഒരെണ്ണം കുറച്ച് ഞാൻ നിങ്ങൾക്ക് 10 ഷൂസ് തന്നുവിടാം, പക്ഷെ ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യണമെങ്കിൽ നിങ്ങളൊരു 10,000 രൂപ എനിക്ക് അഡ്വാൻസ് ആയിട്ട് തരണം. എന്നിട്ട് ആ 10,000 അഡ്വാൻസ് തരുന്നതിൽ നിന്ന് നമ്മൾക്ക് ഫ്യൂച്ചർ അഡ്ജസ്റ്റ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് മിസ്റ്റർ എ അല്ലെ കൺസൈനർ പറയാൻ സാധ്യതയുണ്ട്. ടു safeguard his interest and to ensure that he doesn't lose in this arrangement. ഈ അഡ്വാൻസ് മണി can be of 2 types. One is normal advance, ordinary advance, and the other is in the nature of security deposit against goods. നോർമൽ അഡ്വാൻസ് എന്ന് വെച്ചാൽ 10 ഷൂ കൊടുത്തു വിട്ടാൽ നമ്മൾക്ക് കുറച്ച് അഡ്വാൻസ് വരെ 10,000 രൂപ വാങ്ങിച്ചു എന്ന് വെച്ചു. ആ ഫുൾ നോർമൽ അഡ്വാൻസും കൺസൈനറിന് ഇയാൾക്ക് കൊടുക്കേണ്ട കമ്മീഷനിൽ നിന്നൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് നടത്താം. നമുക്കൊരു എക്സാമ്പിൾ വഴി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇത്രയും ഓർത്താൽ മതി. അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യാം. ഈ നോർമൽ അഡ്വാൻസ് സ്പെസിഫിക്കലി പറയാത്തൊരു അഡ്വാൻസ് ആണ്, ജനറൽ പർപ്പസിന് വേണ്ടി വാങ്ങിച്ചതായത് കാരണം ആ കിട്ടിയ ഫുൾ എമൗണ്ടും കൺസൈനിക്ക് കൊടുക്കേണ്ട എമൗണ്ടിൽ നിന്നും കൺസൈനിയുടെ നിന്ന് കിട്ടേണ്ട എമൗണ്ടിൽ നിന്നൊക്കെ നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കി എന്തെങ്കിലും പേയ്മെന്റ് കൊടുക്കാനോ റിസീപ്റ്റോ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. എന്നാൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അഗേൻസ്റ്റ് ഗുഡ്സ് ആയിട്ട് വാങ്ങിക്കുന്നതാണെങ്കിലോ എത്ര ഗുഡ്സ് വിറ്റിട്ടുണ്ടോ അത്രയും ഗുഡ്സിന്റെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് മാത്രം അഡ്വാൻസിൽ ഉള്ളത് നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതായത് ഇപ്പൊ 10 ഷൂ കൊടുത്തതിൽ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ 6 എണ്ണേ വിൽക്കാൻ പറ്റുള്ളൂ അല്ലേ, ബാക്കി 4 എണ്ണം ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് എയുടെ ബുക്സിലുണ്ട്, പക്ഷെ ബിയുടെ ഗോഡൗണിൽ ഇരിക്കുകയാണ്. എന്നാൽ 4 എണ്ണം വിറ്റ് പോയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ വിറ്റ് പോകാത്ത ആ 4 ഗുഡ്സിന്റെയും സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പ്രൊപ്പോർഷനേറ്റ്ലി ടോട്ടൽ എമൗണ്ടിൽ നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് അതും കൂടെ ആ ഗുഡ്സ് വിറ്റ് പോകുന്ന അത്രയും നാളും സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യണം. ഇമാജിൻ 10,000 ആയിരുന്നു ടോട്ടൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വാങ്ങിച്ചതെന്ന് വെക്കാം. എത്ര ഗുഡ്സ് ഉണ്ടായിരുന്നു നമ്മളുടെ എക്സാമ്പിളിൽ? 10. എത്ര എണ്ണം വിറ്റ് പോയിട്ടില്ല? 4. അതായത് 4,000 രൂപയാണ് ആ 4 ഷൂസിന്റെ പ്രൊപ്പോർഷനേറ്റ് സെക്യൂരിറ്റി എമൗണ്ട്. അപ്പൊ കിട്ടിയ 10,000-ൽ 4,000 രൂപ ബാലൻസ് ഷീറ്റിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് തന്നെ
carry forward ചെയ്യണം when this 4 units is carry forward as closing stock. ബാക്കി 6 എണ്ണം വിറ്റുപോയി. അതിൻ്റെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പ്രപ്പോർഷനേറ്റ് എത്രയുണ്ടായിരുന്നു? 6000. ആ 6000 ഈ വർഷം കൺസൈനിക്ക് കൊടുക്കേണ്ട കമ്മീഷനിൽ നിന്നും കൺസൈനിയുടെ നിന്ന് കിട്ടേണ്ട സെയിൽസ് വാല്യൂവിൽ നിന്നൊക്കെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. ഇതാണ് അഡ്വാൻസ് മണിയുടെ രണ്ട് ബൈഫിക്കേഷൻ. വൺ ഇസ് നോർമൽ അഡ്വാൻസ് ആൻഡ് ദ അതർ ഇസ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അഗൈൻസ്റ്റ് ഗുഡ്സ്. We will take up a small example and try to understand എങ്ങനെയാണ് ആക്ച്വലി amount റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് അഡ്വാൻസിന് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ഈ ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. S consigned 20 jewelry sets worth 10,000 each to Tinu for 10% commission. Consider advance of 2 lakh as both normal advance and security advance or deposit, and also assume 20 units were sold in one scenario and 15 in another scenario. Find the amount payable or receivable to or from Tinu. Normal advance ആയിട്ടും ട്രീറ്റ് ചെയ്യണം, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ടും ഈ പെർട്ടിക്കുലർ സിനാരിയോ ട്രീറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യമേ നമ്മൾക്ക് നോർമൽ അഡ്വാൻസിൻ്റെ ചെയ്ത് നോക്കാം. നോർമൽ അഡ്വാൻസ് എത്ര രൂപയാണ് അഡ്വാൻസ് ആയിട്ട് കിട്ടിയത്? 2 lakh. അതിൻ്റെ ഫസ്റ്റ് സിനാരിയോ നമ്പർ 1. സോൾഡ് 20 യൂണിറ്റ്സ് അല്ലേ, ഫുൾ 20 യൂണിറ്റ്സ് സെൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എൻ്റെ സെയിൽസ് എത്രയായിരിക്കും? മൈ സെയിൽസ് വിൽ ബി, ഇവിടെ പ്രത്യേകിച്ച് എമൗണ്ട് ഒന്നും പറയുന്നില്ല. സോ therefore let us assume ഈ 20 യൂണിറ്റ്സിന് 10,000 ഈച്ച് തന്നെയാണ് നമ്മൾ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് അസ്യൂം എടുക്കാൻ പോകുന്നത്. സോ സെയിൽസ് ഇസ് ഈക്വൽ ടു 20 into 10,000 which is 2 lakh. ഇനി ഈ 2 lakh ആണ് കൺസൈനി ആയി ടിനു വിറ്റിട്ട് കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് എസിന് തരേണ്ടത്. പക്ഷേ ടിനു ഓൾറെഡി അഡ്വാൻസ് തന്നിരുന്നു 2 ലക്ഷം. അപ്പം നോർമൽ അഡ്വാൻസ് ആയത് കാരണം നമ്മൾക്കത് സെയിലുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. മൈനസ് അഡ്വാൻസ്, നോർമൽ അഡ്വാൻസ് ആയത് കാരണം മാത്രമല്ല സെക്യൂരിറ്റി അഡ്വാൻസ് ആണെങ്കിൽ കൂടി ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം, ബിക്കോസ് ഫുൾ 20 യൂണിറ്റ്സ് നമ്മൾ വിറ്റു അല്ലേ. സോ അഡ്വാൻസ് റിസീവ്ഡ് ഇസ് 2 lakh. ഇനി നമ്മൾ എന്തെങ്കിലും ടിനുവിന് കൊടുക്കാനുണ്ടോ? ഈ സെയില് നടത്തിയത് കാരണം ടിനുവിന് ഒരു 10% കമ്മീഷൻ കിട്ടണം ഓൺ സെയിൽ അല്ലേ. സോ ദാറ്റ് ആരാണ് പേ ചെയ്യേണ്ടത്? സെയില് നമ്മൾ പോസിറ്റീവായിട്ട് എഴുതിയിരിക്കുന്നത് എസിന്റെ ബുക്സിലാണ്. എസിന് സെയിൽസ് വരുമാനമാണ്. അഡ്വാൻസ് അഡ്ജസ്റ്റ് ചെയ്തതോ ആ വരുമാനം ഓൾറെഡി കിട്ടേണ്ട എമൗണ്ട് കിട്ടിയിരുന്നു. സോ therefore നെഗറ്റീവ്. ഇനി കമ്മീഷൻ എസിന് എന്താണ്? എക്സ്പെൻസ് ആണ്. So therefore that also should be negative. Commission 10% on 2 lakh. That is nothing but 20,000. Therefore amount payable to Tinu 20,000. And ഇവിടെ നെഗറ്റീവ് പിന്നെ എഴുതാതെ പേയബിൾ സ്പെസിഫിക്കലി പറഞ്ഞോളൂ. ഇനി രണ്ടാമത്തെ സിനാരിയോ വീണ്ടും നോർമൽ അഡ്വാൻസ് തന്നെ, പക്ഷേ സോൾഡ് യൂണിറ്റ്സ് ഇസ് 15. നോർമൽ അഡ്വാൻസ് 2 lakh, sold 15 units. Therefore my sales is equal to 15 into 10,000 which is 1,50,000. ഇവിടെ എത്ര യൂണിറ്റ് വിറ്റാലും 20 എണ്ണം കിട്ടിയതിൽ 15 വിറ്റാലും 5 വിറ്റാലും നമ്മൾക്ക് തന്നിരിക്കുന്ന അഡ്വാൻസസ് നോർമൽ അഡ്വാൻസ് ആണ് അല്ലേ. അതായത് നമ്മൾക്ക് മുഴുവനായി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്വാൻസ് ആണ്. അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ നേരത്ത് എത്ര യൂണിറ്റ്സ് വിറ്റു എന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല, ഫുള്ളി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ therefore full amount 2 lakh. ഇനി അത് മാത്രം പോരാ, ഇവിടെയും കമ്മീഷൻ നമ്മൾ കൊടുക്കണം. കമ്മീഷൻ ഇസ് 10% on sales 1,50,000 which means 15,000. ഇനി നോക്കിക്കേ, 1,50,000 എസിന് കിട്ടാനുണ്ട്. എസിന് ഓൾറെഡി 2 lakh കിട്ടി. ഇനി എസ് 15 കൊടുക്കാനുണ്ട്, വിച്ച് മീൻസ് 50,000 -60, അതായത് എമൗണ്ട് പേയബിൾ ടു
Tinu was 65,000. ഇനി 65,000-ൽ ശരിക്കും 15,000 മാത്രമാണ് കൊടുക്കേണ്ടത്, കാരണം കമ്മീഷൻ. ഞാൻ അങ്ങനെ പറയുന്നതിന്റെ കാരണം അഡ്വാൻസ് 2 lakhും സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ പോകുന്ന 2 lakh ആണ്, വിച്ച് വിൽ ബി സെയിം. അപ്പോൾ കമ്മീഷൻ മാത്രമാണ് ഒരു പേ ഔട്ട് പോലെ വരുന്നത്. പക്ഷെ ഇവിടെ കമ്മീഷനേക്കാളും കൂടുതൽ പേ ഔട്ട് വന്നതിന്റെ കാര്യം എന്താണ്? സെയിൽസ് നമ്മൾ 15 യൂണിറ്റ് ചെയ്യിപ്പിച്ചുള്ളൂ. അടുത്ത വർഷമാണ് 5 യൂണിറ്റ് വിൽക്കുന്നതെങ്കിൽ അതിൽ നിന്നും എന്ത് കിട്ടും? 5 into 10,000, 50,000 ആര് തരണം? ടിനു അടുത്ത വർഷം 50,000 എനിക്ക് തരണം. ആദ്യത്തെ വർഷം ഞാൻ ടിനുവിന് 65,000 കൊടുക്കണം. അപ്പോൾ അതിന്റെ നെറ്റ് 15,000 കൊടുക്കുന്നത് പോലെയായിരിക്കും. ഇനി let us consider the same scenarios as security deposit. Security deposit 2 lakh. First scenario, sold 20 units, അതായത് full units. Sales is equal to 20 into 10,000. 2 lakh minus security deposit. ഇവിടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നമ്മൾക്ക് പ്രൊപ്പോർഷനേറ്റ്ലി അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ പ്രൊപ്പോർഷനേറ്റ്ലി അഡ്ജസ്റ്റ് ചെയ്താലും എത്രയാണ് കിട്ടിയത്? 20 യൂണിറ്റ്സ് ആണ് കിട്ടിയത്. എത്രയാണ് നമ്മൾ വിറ്റു? 20 തന്നെ വിറ്റു. അതായത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പ്രൊപ്പോർഷനേറ്റ്ലി എടുക്കണമെന്ന് പറയുന്നത് എന്തെങ്കിലും കിട്ടിയ യൂണിറ്റ്സ് വിൽക്കാതെ കിടപ്പുണ്ടെങ്കിൽ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റും ക്യാരി ഫോർവേഡ് ചെയ്യണം. ഈ എക്സാമ്പിളിൽ കിട്ടിയ 20 യൂണിറ്റ്സും വിറ്റ് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഫുൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റും നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, 2 lakh. And then commission payable to Tinu, which is 10% on 2 lakh. That is 20,000. Therefore, amount payable to Tinu will be 20,000. Now let us take up the last scenario, wherein security deposit ആയിട്ട് ട്രീറ്റ് ചെയ്യണം 2 lakhനെ. Sold units were only 15. അതായത് കിട്ടിയ മുഴുവനും നമുക്ക് വിൽക്കാൻ പറ്റും. Therefore, sales is equal to 15 into 10,000, 1,50,000. Minus, ഇതാണ് ഇമ്പോർട്ടൻറ്റ്, മൈനസ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട്. പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് എന്ന് വെച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കും? 2 ലക്ഷം കൊടുത്തത് എത്ര യൂണിറ്റ്സിന് വേണ്ടിയാണ്? 20 യൂണിറ്റ്സ്. അങ്ങനെയാണെങ്കിൽ 15 യൂണിറ്റ്സ് വിറ്റിട്ടുള്ളെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റും 15 യൂണിറ്റ്സിന്റെ ആയിരിക്കണം, which is nothing but 1,50,000. സോ ബാക്കി 50,000 എന്ത് ചെയ്യും? 5 യൂണിറ്റ്സ് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് ക്യാരി ഫോർവേഡ് എന്ന് വരെ ചെയ്യുന്നു, അന്ന് വരെ ഈ ബാക്കി 50,000, അതായത് ബാക്കി 5 യൂണിറ്റ്സിൽ 10,000 വെച്ച് 50,000 നമ്മളും സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യണം. ബോത്ത് കൺസൈനർ ആൻഡ് കൺസൈനി. മൈനസ് കമ്മീഷൻ 10% into 1,50,000, which is 15,000. Therefore, amount payable to Tinu. So, normal advance-ന്റെയും security deposit-ന്റെയും ഡിഫറൻസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നോർമൽ അഡ്വാൻസ് ആണെങ്കിൽ എത്ര യൂണിറ്റ്സ് വിറ്റാലും ക്ലോസിംഗിൽ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾക്കത് ഇമ്മീഡിയറ്റ്ലി അഡ്ജസ്റ്റ് ചെയ്യാം ടു റിസീവബിൾ ആൻഡ് പേയബിൾ അമൗണ്ട്സ്. എന്നിട്ട് നെറ്റ് ഓഫ് ചെയ്ത് ബാക്കി എമൗണ്ട് പേ ചെയ്യുകയോ റിസീവ് ചെയ്യുകയോ ചെയ്താൽ മതി. എന്നാൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ടാണ് കൺസൈനിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതെങ്കിൽ കൺസൈനി എത്ര സ്റ്റോക്ക് ക്ലോസിംഗ് ആയിട്ട് കയ്യിൽ വെച്ചിട്ടുണ്ടോ അത്രയും സ്റ്റോക്കിന്റെ പ്രൊപ്പോർഷനേറ്റ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റും കൂടി ക്യാരി ഫോർവേഡ് ചെയ്യണം, ബോത്ത് കൺസൈനർ ആൻഡ് കൺസൈനി ഇൻ ഹിസ് ബുക്സ്. അതൊരിക്കലും നമ്മൾക്ക് സെയിലുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. യു ക്യാൻ ഓൺലി അഡ്ജസ്റ്റ് വെൻ ദാറ്റ് യൂണിറ്റ്സ് ആർ ഓൾസോ സോൾഡ് ബൈ consignee on behalf of consignor. So this is the concept of advance money from consignee. ഇത്രയുമാണ് മേജർ ആയിട്ടുള്ള നമുക്ക് തിയറി കുറച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ലെറ്റ് us take up few questions. സ്റ്റോക്ക് കണ്ടുപിടിക്കാനും ലോസ് ഒക്കെ
simple problems based on the discussions we had yesterday and today. So let us take up question number 4 first. From the following particulars, calculate the value of unsold goods on consignment. അതായത് valuation of inventory base ചെയ്തിട്ടുള്ള ഒരു question ആണ്. Unsold goods എന്ന് വെച്ചാൽ nothing but a closing stock. അതിന്റെ value എത്രയാണ്? Goods sent on consignment 1500 kgs in 3,30,000. This is nothing but total original cost of goods. നമ്മളുടെ first class ൽ എഴുതിയ ഈ ഒരു ഫോർമുലയിലെ amount ആണ്. Okay? Consignor's expenses 13,000. Consignorന്റെ expense cost per unit compute ചെയ്യാൻ നമ്മൾ എന്തായാലും വേണം. എന്തിനാണ് cost per unit വേണ്ടത്? Goods sold by consignee ഇവിടെയുണ്ട്, നോർമൽ ലോസ് ഇവിടെയുണ്ട്, എത്രയാണ് കൊടുത്തു വിട്ടാന്നുണ്ട്. അപ്പോൾ റിമൈനിങ് ഗുഡ്സ് നമ്മളുടെ കയ്യിൽ സ്റ്റോക്കിൽ കിടപ്പുള്ള അൺസോൾഡ് ആയിട്ട് കിടപ്പുള്ളത് എത്രയാണെന്ന് നമ്മൾക്കറിയാം. അപ്പോൾ അത് കെ ജി വൈസ് ആണ് അറിയാവുന്നത്, അതിന്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. വിച്ച് മീൻസ് യു ഹാവ് ടു മൾട്ടിപ്ലൈ ബൈ കോസ്റ്റ് പെർ യൂണിറ്റ്. അപ്പോൾ ആ കോസ്റ്റ് പെർ യൂണിറ്റ് കമ്പ്യൂട്ട് ചെയ്യാനാണ് നമുക്ക് ബാക്കിയുള്ള ഇൻഫർമേഷൻ. Consignor's expenses in all case you will have to add if not specifically mentioned as direct or indirect. Direct ആണ് എപ്പോഴും അസ്യൂം ചെയ്യുക. ഇനി അല്ല വല്ല സെല്ലിംഗ് എക്സ്പെൻസസോ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെ ആണെന്ന് ക്വസ്റ്റനിൽ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ അത് എടുക്കണ്ട. അല്ലാത്ത പക്ഷം കൺസൈനേഴ്സ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ യു ഹാവ് ടു കൺസിഡർ. കൺസൈനീസ് നോൺ റെക്കറിങ് എക്സ്പെൻസ് ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ഫോർമുലയിൽ ഡയറക്റ്റ് എക്സ്പെൻസ് എന്നാണ് എഴുതിയത്, എന്നാൽ പോലും നോൺ റെക്കറിങ് എന്ന് വേണമെങ്കിലും അതിനെ പറയും. Non-recurring ആണെങ്കിൽ it has to be treated as direct expense and included. Consignee's recurring expense, this will be treated as indirect expense. അത് എടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. Therefore, ignore it. Goods sold by consignee എത്ര രൂപയ്ക്കാണ് എത്ര ക്വാണ്ടിറ്റി ആണ് വിറ്റത്. This information is also right now not relevant for us. Amount relevant അല്ല, ഈ kgs relevant ആണ് to find out number of units lying as closing stock. So let us find out question number 4 and the answer. Question number 4. Goods sent on consignment. അങ്ങനെയാണ് ഞാൻ എഴുതുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയ ഫോർമുല വെച്ചിട്ട് ടോട്ടൽ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് എന്ന് വേണമെങ്കിലും എഴുതാം. Total original cost of goods 3,30,000 plus consignor's expenses plus consignees എല്ലാ എക്സ്പെൻസും എടുക്കണോ വേണ്ട, നോൺ റെക്കറിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസ്. So let us fill in the amounts as well. Consignor's expense is 13,000 and non-recurring is 7,000. If 3,500 recurring ആണ് എടുക്കേണ്ട കാര്യം. So 13,000 and 7,000. 13,000 and 7,000. Therefore, total cost of goods 3,30,000 plus 13,000 plus 7,000, 3,50,000. Ini you have to divide by number of units. Ini number of units എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? നോർമൽ ലോസ് ഉണ്ടോ അബ്നോർമൽ ലോസ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം അല്ലേ? ഇനി നോർമൽ ലോസ് ഉണ്ടോ അബ്നോർമൽ ലോസ് ഉണ്ടോ എന്ന് നോക്കാം. വേസ്റ്റേജ് ട്രീറ്റഡ് ആസ് നോർമൽ തന്നിട്ടുണ്ട് 100 kg, അതായത് നോർമൽ ലോസ് ഉണ്ട്. സോ നമ്പർ ഓഫ് യൂണിറ്റ്സ് എടുക്കാൻ നേരത്ത് നോർമൽ ലോസ് കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി ആക്ച്വലി കൺസൈനിയുടെ കയ്യിൽ വന്ന റിമൈനിങ് സ്റ്റോക്ക് മാത്രമായിരിക്കണം കൺസിഡർ ചെയ്യണം. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ട്രാൻസ്ഫറിങ് ദ കോസ്റ്റ് ഓഫ് അബ്സോർബ് ചെയ്യാൻ വേണ്ടി ലോസും കൂടെ അബ്സോർബ് ചെയ്യാൻ നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ 1,500 ആണ് സെൻഡ് ചെയ്തത്, അതിൽ വേസ്റ്റേജ് ആയിട്ട് 100 kg പോയി. So number of units is equal to nothing but 1,400 units. How did they get that? 1,500 minus 100 units, which is
So therefore, cost per unit is equal to 3,50,000 divided by 1,400 units or kg, which is 250 per unit. 250 rupees. In 250 rupee ആണ് valuation. So therefore, closing stock എത്രയായിരിക്കണം വാല്യൂ ചെയ്യേണ്ടത്? Value of closing stock ന് പകരം ഞാൻ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്ന ആ ഫ്രേസ് തന്നെ യൂസ് ചെയ്യാണ്. Unsold goods is equal to 250 per unit ആണ്. എത്ര യൂണിറ്റ് ക്ലോസിംഗ് സ്റ്റോക്കിലുണ്ട്? ടോട്ടലി 1500 അയച്ചു, അതിൽ നോർമൽ ലോസ് കുറച്ച് പോയി, ബാക്കി 1000 ക്വാണ്ടിറ്റിയാണ് വിൽക്കാൻ പറ്റിയത് അല്ലേ? ക്വസ്റ്റ്യനിൽ പറയുന്നത് ഗുഡ്സ് സോൾഡ് ബൈ കൺസൈനി 1000 kgs. സോ therefore അൺസോൾഡ് ആയിട്ട് കിടക്കുന്നത് എത്രയാണ്? എത്ര യൂണിറ്റ്സ്? 250 into 400 kg of 400 units, which is nothing but 1 lakh rupees. So therefore, my value of closing stock or unsold goods is 1 lakh rupees. Let's take up next question. Question number 6. Shyam consigned 2 lakh units at 5 each to Mr. Ram and paid freight and insurance amounting to 1 lakh. Ram spent further the following amounts: insurance 5,000, go down rent 4,000, clearing 6,000. 2,000 units were damaged during transit due to heavy rains. Ram sold 1 lakh units at 10 per unit. Ram realized salvage value of damaged units 2,000 rupees. Ram is to get a commission at 5% on sales. Determine the abnormal loss. So abnormal loss kandupidikkanamengilum we have to first find out what cost per unit. So let us find that. Question number 6. Total original cost of goods. Shyam consign, ഇതാണ് consigner, Ram ആണ് consignee. 2 lakh into 5. 2 lakh rupees, sorry, 2 lakh units into 5, which is nothing but 10 lakh. Plus, consigner എന്തെങ്കിലും expenses bear ചെയ്തിട്ടുണ്ടെങ്കിൽ paid freight and insurance amounting to എന്ന് പറയുന്നു. So let us add that as well, freight and insurance. The consigner 1 lakh rupees plus consignees non-recurring or direct expense. ഇവിടെ non-recurring ഏതൊക്കെയാണെന്ന് ഇൻഷുറൻസ് ഉണ്ട്, ഗോ ഡൗൺ റെന്റ് ഉണ്ട്, ക്ലിയറിംഗ് ഉണ്ട്. ഇൻഷുറൻസ് ജനറൽ ഇൻഷുറൻസ് ആയിരിക്കാം, കാരണം സ്പെസിഫിക്കലി അവരൊന്നും പറയുന്നില്ല. So we have to consider it as a general insurance, that is indirect expense. Go down rent of ഈ ഗുഡ്സ് റാമിന്റെ പൊസഷനിലേക്ക് വരാൻ വേണ്ടി റാം ഇൻകർ ചെയ്യുന്ന ഒരു ഗുഡ്സ് ആണോ? അല്ല, വന്നു കഴിഞ്ഞിട്ട് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഒരു ഗോ ഡൗൺ എടുത്തു, അതിന് കൊടുക്കുന്ന റെന്റ് ആണ്, വിച്ച് ഇസ് നോട്ട് എ ഡയറക്റ്റ് എക്സ്പെൻസ്. ബട്ട് ക്ലിയറിംഗ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ എവിടെയെങ്കിലും വന്നത് ക്ലിയർ ചെയ്ത് അവരുടെ ഗോഡൗണിലേക്ക് എത്താൻ, ഏതെങ്കിലും ഒരു പോർട്ടിൽ വന്നത് ക്ലിയർ ചെയ്ത് അവരുടെ ലൊക്കേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇൻകർ ചെയ്ത എക്സ്പെൻസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ക്ലിയറിംഗ് എക്സ്പെൻസ് ഇൻകർ ചെയ്തില്ലായിരുന്നെങ്കിൽ റാമിന് ഈ ഗുഡ്സ് കിട്ടുമായിരുന്ന പൊസിഷനിലേക്ക് ഇല്ല. സോ therefore clearing is a direct expense. Add that plus clearing expenses paid by Ram, that was 6,000 rupees. Therefore, my total cost of goods is equal to 11,06,000 rupees. ഇനി cost per unit കണ്ടുപിടിക്കാൻ divided by number of units. Number of units എടുക്കുമ്പോൾ you have to eliminate only normal loss. ഇനി normal loss നമുക്ക് എത്ര ഉണ്ടോ എന്നിട്ട് നോക്കാം. 2 lakh units ആണ് കൊടുത്തു വിട്ടത്. അതിൽ 2,000 were damaged during transit due to heavy rain. ഇത് abnormal loss ആണ്, normal loss. This is an abnormal loss. 2,000 units damage ആയി,
1 lakh സെയിലും ചെയ്തു എന്നാണ് പറയുന്നത് അല്ലേ. സോ ബാക്കി 1 lakh നിന്ന് 2000 പോയാൽ 98,000 കയ്യിൽ റിമൈനിങ് സ്റ്റോക്ക് യൂണിറ്റ്സ് കാണും. ഇവിടെ നോർമൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല, ബിക്കോസ് ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളത് പറയുന്നില്ല. ആക്ച്വൽ വിറ്റതിനെ കുറിച്ചൊക്കെ മാത്രമേ പറയുന്നുള്ളൂ. സോ വി ഹാവ് ടു അസ്യൂം ബാക്കി മുഴുവൻ അവരുടെ കയ്യിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ടുണ്ട്. വേറെ ഒരു ഇൻഫർമേഷനും തരാത്തത് കാരണം ഈ 2000 യൂണിറ്റ്സ് വിൽ ബി ദ അബ്നോർമൽ ലോസ്. സോ നോർമൽ ലോസ് ഒന്നും തന്നെ ക്വസ്റ്റ്യനിൽ എവിഡന്റ് അല്ല, therefore normal loss ഇല്ല. അങ്ങനെയാണെങ്കിൽ number of units will be consigned either 2 lakh, which is 6,000 divided by 2 lakh is 5.53. So my cost per unit is 5.53. Therefore my abnormal loss in value is equal to എത്രയാണ് അബ്നോർമൽ ഇയേഴ്സിന്റെ യൂണിറ്റ്സ്? 2000 യൂണിറ്റ്സ് ആണ് മഴ കാരണം നശിച്ചതെന്ന് പറയുന്നുണ്ട് അല്ലേ, ഇൻറ്റു 5.53. ദാറ്റ് ഈസ് ഈക്വൽ ടു 11,060. പക്ഷെ മൈ ആക്ച്വൽ അബ്നോർമൽ ലോസ് അത്രയും തന്നെയാണ്. ഒന്ന് നോക്കിക്കേ ക്വസ്റ്റ്യനിൽ. ഈ അബ്നോർമൽ ലോസ് ആയിരിക്കും നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത് ട്രേഡിങ്ങിന്റെ ക്രെഡിറ്റ് സൈഡ് വഴി. പക്ഷെ നമ്മൾ P&Lലേക്ക് എഴുതുമ്പോൾ അബ്നോർമൽ ലോസ് നെറ്റ് ആയിട്ട് ഒന്നെങ്കിൽ എഴുതാമെന്നോ അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിൽ ഫുൾ എമൗണ്ട് എഴുതിയിട്ട് ക്രെഡിറ്റ് സൈഡിൽ ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയിരുന്നു. ഇവിടെ ഇൻഷുറൻസ് ക്ലെയിം അല്ല, പക്ഷേ ഈ ഡാമേജ് ചെയ്ത ഗുഡ്സ് ഫുൾ സെല്ലിംഗ് പ്രൈസിന് വിൽക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ, കുറച്ചൊക്കെ നഷ്ടം വന്നതേ ഉള്ളൂ. ഒരു ചെറിയ സാൽവേജ് വാല്യൂ എനിക്ക് കിട്ടും 2000 രൂപ. അതായത് എൻ്റെ ശരിക്കും അബ്നോർമൽ ലോസ് ആവേണ്ടത് 11,000 സംതിങ് ആണ്. പക്ഷെ അതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്? മൈനസ് ഒരു 2,000 റുപ്പീസ് സാൽവേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് എൻ്റെ കോസ്റ്റ് അത്രയും നഷ്ടം കുറവാണ് വന്നിരിക്കുന്നത്. Therefore my abnormal loss in total actual loss will be 9,060 rupees. So this is question number 6. Now let us take up question number 9 എന്ന് നമ്മൾ ചെയ്തു നോക്കാം. ഇതേപോലെ 3,25,000 in total cost of 6,500 units. Consigners expenses at 65,000 units. 65,000 ഇവിടെ ഒരു കോമ ഉണ്ട്, 65,000 കഴിഞ്ഞിട്ട് units lost in transit was 700 units and consignees non-recurring expenses amounted to 4,300. What will be the value of stock? ഇവിടെ ഇവിടെയും ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണെന്ന് പറയുന്നില്ല. അബ്നോർമൽ ലോസ്, ലോസ്റ്റ് ഇൻ ട്രാൻസിറ്റ്, അത് വേണമെങ്കിൽ മോഷണമാവാം അല്ലെങ്കിൽ ആക്സിഡന്റ് വരെ നഷ്ടമാവാം. എന്തായാലും നോർമലി സംഭവിക്കുന്ന ഒരു പെരിഷിംഗ് നേച്ചർ ആയിട്ടുള്ള ഗുഡ്സിന്റെ നോർമൽ സിനാരിയോ അല്ല. അപ്പൊ നോർമൽ ലോസ് അല്ല, അബ്നോർമൽ ലോസ് ആണെന്ന് അറിയാം. സോ നോർമൽ ലോസ് ഒന്നുമില്ലാതെ ആയിരിക്കണം ഈ ക്വസ്റ്റിന് മുന്നോട്ട് പോവേണ്ടത്. സോ therefore total original cost of goods is 3,25,000 എന്നാണ് പറഞ്ഞത് ടോട്ടൽ ആയിട്ടുള്ളത്, പ്ലസ് കൺസൈനേഴ്സ് എക്സ്പെൻസസ് 65,000 പ്ലസ് non-recurring expense of consignee. ക്വസ്റ്റനിൽ പറയുന്നു 4,300. Therefore my total cost of goods is equal to 3,25,000 plus 65,000 plus 4,300, which is 3,94,300 divided by number of units. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. അബ്നോർമൽ ലോസ് നോർമൽ ലോസ് ഉണ്ടെങ്കിൽ മാത്രം നമ്പർ ഓഫ് യൂണിറ്റ്സ് എടുക്കുമ്പോൾ അതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്താൽ മതി. അബ്നോർമൽ ലോസ് യൂണിറ്റ്സ് എലിമിനേറ്റ് ചെയ്യാൻ പാടില്ല. സോ therefore 6,500 നോർമൽ ലോസ് ഒന്നുമില്ല, അബ്നോർമൽ ലോസ് 700 ഉള്ളത് നമ്മളിവിടെ എടുക്കേണ്ട കാര്യമില്ല.
So therefore, cost per unit is equal to 3,94,300 divided by 6,500, which is nothing but 60.66 rupees. Now let us find out value of stock. Value of closing stock എന്നാണ് ഉദ്ദേശിക്കുന്നത്. So therefore, value of closing stock is equal to 60.66 into number of units വേണം. Number of units എത്രയാണ്? 6500 കിട്ടി, അതിൽ 700 നഷ്ടമായി എന്ന് പറഞ്ഞു. എത്ര സെയിൽ ഉണ്ടെന്ന് പറയുന്നില്ല. അപ്പോൾ ബാക്കി റിമൈനിങ് മുഴുവൻ്റെയും ആണ് നമ്മൾ വാല്യുവേഷൻ കൊടുക്കേണ്ടത്. സോ 6,500 minus 700, 60.66. വാല്യൂ ഓഫ് അങ്ങനെയാണെങ്കിൽ ഞാൻ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് എഴുതുന്നില്ല. വാല്യൂ ഓഫ് സ്റ്റോക്ക് അവൈലബിൾ ഒന്നെങ്കിൽ സെയിലിനെ കുറിച്ചൊന്നും പറയാത്ത കാരണമാണ് ഞാൻ സ്റ്റോക്ക് എന്ന് അങ്ങ് മെൻഷൻ ചെയ്യുന്നത്. ഇതിൽ ചിലപ്പോൾ സ്റ്റോക്ക് സെയിലിന് വേണ്ടി വെച്ചേക്കുന്നതാണ്. ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് സ്പെസിഫിക്കലി പറയുന്നത്. സോ ലെറ്റ് us stick on to that as well. So 6,500 minus 700, which is 5,800, is equal into 3,51,828 rupees. Stock in hand ആണ് നമ്മൾ ഇത്ര എടുത്തിരിക്കുന്നത്. ഇനി അബ്നോർമലിൻ്റെ ചോദിച്ചിട്ടില്ലെങ്കിൽ, സ്പെസിഫിക്കലി ചോദിച്ചിട്ടില്ലെങ്കിലും നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടുപിടിച്ചേക്കാം. അബ്നോർമൽ ലോസ് എത്ര ഉണ്ടായിരുന്നു, just like the previous question that we have done. 60.66 into abnormal loss ന്റെ മാത്രമാണ്. അത് ജസ്റ്റ് കണ്ടുപിടിക്കുന്നതേ ഉള്ളൂ. Main answer that they require was this value of stock 3,51,820. 3.66 into 700, which is 42,462. അപ്പം ഈ എമൗണ്ടിൽ നിന്നൊന്നും റിക്കവറി ഒന്നും പറയുന്നില്ല. സോ ഇതായിരിക്കണം അബ്നോർമൽ ലോസ് ട്രേഡിങ്ങിൽ പോസ്റ്റ് ചെയ്ത് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ എടുക്കേണ്ടിയിരിക്കുന്നത്. സോ ഐ ഹോപ്പ് കോസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഏതൊക്കെ എക്സ്പെൻസ് ഇൻക്ലൂഡ് ചെയ്യണം, എങ്ങനെയാണ് അബ്നോർമൽ ലോസ് കമ്പ്യൂട്ട് ചെയ്യുന്നത്, ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെ വാല്യൂ ചെയ്യുന്നു എന്നൊക്കെ മനസ്സിലായി എന്നുള്ളത്. ഇനി നമ്മൾക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം, which is journals and ledger posting. Journals and ledger posting ആണ്. ഞാൻ നിങ്ങൾക്ക് തന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഹാൻഡ് ഔട്ട് സെറ്റിനകത്തില്ല, പക്ഷേ ഇതെല്ലാം നിങ്ങളുടെയൊക്കെ മെറ്റീരിയൽ അവൈലബിൾ ആണ്. അതായത് സ്റ്റഡി മെറ്റീരിയൽ ദാറ്റ് യു ഹാവ് റിസീവ് ഫ്രം യുവർ റെസ്പെക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനകത്ത് അവൈലബിൾ ആണ്. അതൊക്കെ ഞാനിവിടെ ഒന്ന് കമ്പൈൽ ചെയ്യുന്നുള്ളൂ. ചിലത് പലതായിട്ടായിരിക്കും നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാവുക. അതെല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് ഇവിടെ വെച്ചിരിക്കുന്നതാണ്. സോ ഐദർ യു ക്യാൻ റെഫർ ഫ്രം ദാറ്റ് ആൻഡ് ലേൺ, അല്ല നിങ്ങൾക്കിത് നിങ്ങളുടെ നോട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ഡൗൺ ആസ് വി ഡിസ്കസ്. സോ ഫസ്റ്റ് we are going to discuss about journal entries in the books of, അല്ലെങ്കിൽ how are we going to account from the point of view of the consignor. ആദ്യം പഠിക്കും. അതാണ് അത് പഠിച്ചു കഴിഞ്ഞാൽ consignee is fairly simple. So journal entries in the books of consignor. ഇനി നമ്മൾക്ക് ആ ട്രാൻസാക്ഷൻസ് വെച്ചിട്ട് ഒന്നും കൂടെ ഡിസ്കഷൻ നടത്താം. എന്തൊക്കെയാണ് ട്രാൻസാക്ഷൻ കൺസൈൻമെന്റിൽ നടക്കുന്നത്? ആദ്യമേ കൺസൈനർ സെൻഡിങ് ഗുഡ്സ് ടു ആർക്ക്? കൺസൈനി. അത് കഴിഞ്ഞ് കൺസൈനർ may incur certain expenses. കൺസൈനർ ആദ്യത്തേത് ഈ കൺസൈൻമെന്റ് ട്രാൻസാക്ഷൻ്റെ പ്രൊസീജിയർ അല്ലെ പ്രോസസ്സിൽ ആദ്യം വരുന്നത് സെൻഡിങ് ഗുഡ്സ്. രണ്ടാമത്തേത് നമ്മൾ പഠിച്ചതിൽ കൺസൈനർ ഇൻകറിങ് സർട്ടൻ എക്സ്പെൻസ് അല്ലേ? to send these goods to consignor. അടുത്തത് എന്തൊക്കെയായിരിക്കും? അടുത്ത സെറ്റ് ഓഫ് പ്രോസസ്സിംഗ്
ഈ ഗുഡ്സ് ഒക്കെ കൺസൈനിയുടെ അടുത്ത് വരെ എത്തി. പക്ഷെ അയാൾക്ക് പൊസഷൻ കിട്ടണമെങ്കിൽ അയാൾ കുറച്ച് എക്സ്പെൻസസ് ഒക്കെ ഇൻകർ ചെയ്യണം അല്ലെ. എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ കൺസൈനി. ഇനി കിട്ടിയ ഗുഡ്സ് ഒക്കെ കൺസൈനി എന്ത് ചെയ്യണം? സെല്ലിംഗ് ഗുഡ്സ് ടു customers by consignee. പിന്നെന്തായിരുന്നു നമ്മൾ ഇന്നലത്തെ ട്യൂട്ടോറിയൽ എക്സാമ്പിൾ ഡിസ്കഷനിൽ വേറെ ഉണ്ടായിരുന്ന പോയിന്റ്സ്? ഗുഡ്സ് കൊടുത്തു, ഇവർ പല കസ്റ്റമേഴ്സിന് കൊടുക്കും. ഇനി കൺസൈനറിന്റെ കയ്യിൽ നിന്ന് കൺസൈനിക്ക് ഇത് ചെയ്യുന്നതിനൊരു കമ്മീഷൻ കിട്ടണം അല്ലേ. So let us write that. Commission received by consignee. പിന്നെ എന്താണ്? ഫൈനലി എല്ലാ ഗുഡ്സും വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് ക്ലോസിംഗ് സ്റ്റോക്ക് കാണും. ആ ക്ലോസിംഗ് സ്റ്റോക്ക് ആരും റെക്കോർഡ് ചെയ്യും. കൺസൈൻമെന്റ് സ്റ്റോക്ക് stock not sold are recorded as closing stock of consignment. ഇത്രയും കുറച്ച് പോയിന്റ്സ്. ഇനിയും പോയിന്റ്സുകൾ ഇതിനോടൊക്കെ ആഡ് ആവും. അബ്നോർമൽ ലോസ് നമുക്ക് കുറച്ചൊന്ന് ബേസിക് ഒരു ഡിസ്കഷന് വേണ്ടി 1-2 സിനാരിയോ. ഇനി ആദ്യത്തെ സ്റ്റേജ് നമ്മൾ പറഞ്ഞു, ഗുഡ്സ് കൺസൈനിക്ക് കൊടുത്തു വിടുകയാണ്. സെയിലാണോ? അല്ല. ഈ കൊടുത്തു വിടുന്നത് കൂടെ ഇൻവോയ്സ് അല്ല അയക്കുന്നത്, പ്രൊഫോമ ഇൻവോയ്സ് ആണ്. സോ therefore you do not have to record a sale. നിങ്ങൾക്ക് സെയിൽ അല്ല റെക്കോർഡ് ചെയ്യേണ്ടത്, പകരം നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് ഗുഡ്സ് പോയി എന്നാണ് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ആർക്കാണ് ഇത് കൊടുത്തു വിടുന്നത്? കൺസൈനിക്ക്. എന്നാൽ കൺസൈനിക്ക് കൊടുത്തു വിടുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്ന ഒരു കോമൺ ലെഡ്ജർ ഇതിനകത്ത് വരാൻ പോകുന്നു. ഈ ട്രാൻസാക്ഷനൊക്കെ കുറച്ച് ട്രാൻസാക്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ നമുക്കിപ്പോൾ പോസ്റ്റ് ചെയ്യാം. പക്ഷെ അതിന് മുന്നേ അറിഞ്ഞിരിക്കുക, ഈ കൺസൈൻമെന്റിന് ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ എ ബിക്ക് പൂനെയിലേക്ക് കൊടുത്തു വിടുകയാണ്. ബട്ട് ഇൻ റിയാലിറ്റി ഓർ ഇൻ പ്രാക്ടിക്കൽ സിറ്റുവേഷൻ എക്ക് കൺസൈനി ആയിട്ട് ബി മാത്രമായിരിക്കില്ല ഉണ്ടായിരിക്കുക. പല ലൊക്കേഷനിൽ അയാൾക്ക് പല കൺസൈനീസ് അല്ലെ ഏജൻസ് കാണും അല്ലെ. അപ്പോൾ ഓരോ ലൊക്കേഷനിലേക്കും അല്ലെ ഓരോ കൺസൈനിയിലേക്കും കൊടുത്തുവിട്ട ഗുഡ്സ് എത്ര, ആ പർട്ടിക്കുലർ കൺസൈൻമെന്റിൽ നിന്ന് ആ പർട്ടിക്കുലർ ലൊക്കേഷനിൽ നിന്ന് എത്ര റിട്ടേൺ കിട്ടുന്നുണ്ട്, എത്ര ലാഭം ഏൺ ചെയ്യാൻ പറ്റുന്നു എന്നുണ്ടെന്നൊക്കെ ആർക്കറിയാൻ ആഗ്രഹം കാണും? കൺസൈനറിന് കാണും. അപ്പൊ പൂനെക്ക് അയക്കുന്നത് പോലെ തന്നെ ഇമാജിൻ നമ്മൾ ഇന്നലെ പറഞ്ഞ എക്സാമ്പിളിൽ കൊൽക്കത്തയിലേക്ക് അയക്കുന്നുണ്ടെന്ന് വെക്കുക. അപ്പോൾ കൺസൈനറിന് കൊൽക്കത്തയിൽ നിന്ന് കിട്ടുന്ന ലാഭം എത്രയാണെന്നും അറിയണം, അല്ലെങ്കിൽ എത്ര സെയിൽസ് അയാൾ നടത്തുന്നുണ്ടെന്ന് അറിയണം, പൂനെയിലേക്ക് കൊടുത്തു വിട്ടെന്നും അറിയണം. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ടോട്ടലി കൺസൈൻമെന്റ് നയിച്ചു കഴിഞ്ഞാൽ വാട്ട് കുഡ് ബി ദ ഇഷ്യൂസ് ഹാപ്പനിങ്? ചിലപ്പോൾ നമ്മൾ ടോട്ടൽ സെയിൽ എന്നായിരിക്കും റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പൂനെക്ക് കുറച്ച് കമ്മീഷൻ പോകും, കൊൽക്കത്തയ്ക്ക് കമ്മീഷൻ പോകും. ബട്ട് ഇമാജിൻ അത് ഈക്വൽ ആയിട്ട് പോവാന്ന് വെക്കുക. സെയിൽസ് ഇപ്പൊ 5 ലക്ഷം ആയിരുന്നു, 2.5 ലക്ഷം പൂനെക്കും 2.5 ലക്ഷം കൊൽക്കത്തയ്ക്കും. നടക്കില്ല, പക്ഷെ അങ്ങനെ നടന്നേക്കാം. ഇഫ് യു കമ്പൈൻ ഓൾ കൺസൈൻമെന്റ്സ് ടു ഡിഫറെന്റ് ലൊക്കേഷൻ ഇൻ വൺ സിംഗിൾ അക്കൗണ്ട് ഓർ വൺ സിംഗിൾ സ്ട്രക്ചർ. ഇപ്പൊ കൊൽക്കത്തക്കാരൻ ശരിക്കും ചിലപ്പോൾ സെയിൽ കുറവായിരിക്കും നടത്തിയിരിക്കുക, പൂനെക്കാരനായിരിക്കണം കൂടുതൽ മെനക്കെട്ട് സെയിൽ ഉണ്ടാക്കിയത്, പക്ഷെ കമ്മീഷൻ പോയപ്പോഴും രണ്ടുപേർക്കും പോയി. ഇനി ചിലപ്പോൾ കൊൽക്കത്തയിൽ ലാഭമായിരിക്കും അല്ലെ നഷ്ടത്തിലായിരിക്കും കൺസൈൻമെന്റിന്റെ ആ പ്രോസസ്സ് വഴിയുള്ള ഫൈനൽ സെയിൽ പോകുന്നത്. പൂനെന്നായിരിക്കും ശരിക്കും ലാഭം കിട്ടുന്നത്. പക്ഷെ ഇവർ രണ്ടുപേരുടെയും കൂടെ കണക്ക് ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്? ശരിക്കുമുള്ള പ്രോഫിറ്റിൽ നിന്ന് കൊൽക്കത്തയിൽ നിന്നുള്ള ലോസും കൂടെ അഡ്ജസ്റ്റ് ആയി ഒരു റെഡ്യൂസ്ഡ് ഫിഗർ ആണ് കിട്ടുന്നത്. പക്ഷെ ശരിക്കും പൂനെക്കാരൻ പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, കൊൽക്കത്തയിലുള്ള ഏജന്റ് ആണ് ശരിക്കും വർക്ക് ചെയ്യാത്തത്.
അപ്പോൾ അത് ഒറ്റ ഒരു സ്ട്രക്ചറിൽ കൂടി അല്ലെ ലെഡ്ജറിൽ കൂടി മാത്രം പോയാൽ കൺസൈനറിന് അറിയാൻ പറ്റില്ല എവിടെ നിന്നാണ് ലാഭം വരുന്നത്, എവിടെ നിന്നാണ് നഷ്ടം വരുന്നത്. So he will have an intention to know which consignee or agent performs better and make appropriate decisions. അയാൾക്ക് കമ്മീഷൻ കൂട്ടി കൊടുക്കണോ, അയാൾക്ക് നല്ല സെയിൽ അയാൾ നടത്തുന്നുണ്ട്, ഓവർ റൈഡ് കമ്മീഷൻ കൊടുക്കണോ, അല്ലെങ്കിൽ അവിടെ ഗുഡ്സ് കുറവാണ് വിറ്റ് പോകുന്നത് അപ്പോൾ അടുത്ത ലൊക്കേഷനിലേക്ക് കൂടുതൽ അയക്കണം. അങ്ങനെ പല ഡിസിഷൻ മേക്കിങ്ങിനും കൺസൈനറിന് ആ ഒരു ബൈഫിക്കേഷന്റെ ആവശ്യം വരും. So therefore a consignor will have different controlled ledger called consignment account based on the different locations that he has agents with. പൂനെയിൽ ഒരു ഏജന്റ് ഉണ്ട്, അപ്പം പൂനെയിലെ കൺസൈൻമെന്റ് വഴി അയാൾ എത്ര ലാഭം ഉണ്ടാക്കി അല്ലെ അവിടുത്തെ ട്രാൻസാക്ഷൻസ് ഒക്കെ എങ്ങനെ പോകുന്നു എന്നറിയാൻ അയാൾക്കൊരു പൂനെ കൺസൈൻമെന്റ് അക്കൗണ്ട് കാണും. കൊൽക്കത്തയ്ക്ക് കൊടുത്തുവിട്ട കൺസൈൻമെന്റിന്റെ സിറ്റുവേഷൻ ഇപ്പൊ അതിന്റെ സാഹചര്യം എങ്ങനെയാണ്, നഷ്ടത്തിലാണോ എന്നൊക്കെ അറിയാൻ അയാൾക്ക് കൊൽക്കത്ത കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് കൺട്രോൾ അക്കൗണ്ട് കാണും. ഇതാണ് ഫസ്റ്റ് പോയിന്റ് നമ്മൾ അറിയേണ്ടത്. ഇതൊരു കൺട്രോൾ അക്കൗണ്ട് ആണ്. അപ്പം മേജർ ട്രാൻസാക്ഷൻസും മൂവ് ചെയ്യുന്നത് ഈ പെർട്ടിക്കുലർ ലെഡ്ജറിൽ കൂടി ആയിരിക്കും. ഇനി ആദ്യത്തെ ട്രാൻസാക്ഷൻ നമ്മൾക്ക് എടുക്കാം. ആദ്യമേ കൺസൈനർ ഈ പൂനെ കൺസൈനർ, ഇനി നമുക്ക് ഒരൊറ്റ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പോവാം. ഞാൻ എത്ര കൺസൈൻമെന്റ് ലൊക്കേഷൻ ഏജന്റ് വൈസ് ഉണ്ടോ അത്രയും കൺസൈൻമെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും കൺസൈനർ എന്ന് പറയാനാണ് എക്സാമ്പിൾ എടുത്തത്. ഇനി ഒരൊറ്റ ഏജന്റിനെ കുറിച്ച് പറയുന്നുള്ളെങ്കിൽ നമ്മൾക്ക് മിയർലി കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇങ്ങനെ ഒരു പ്രീഫിക്സ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, കൊടുത്താലും കുഴപ്പമില്ല. ഇനി പൂനെ കൺസൈൻമെന്റ് എന്ന് തന്നെ എഴുതണമെന്നില്ല, കൺസൈൻമെന്റ് ടു പൂനെന്നോ അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. So first transaction, consignor sending goods to consignee. So that is നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിലെ ആ എക്സാമ്പിൾസ് വെച്ച് എമൗണ്ട് വെച്ച് നമുക്ക് ജേർണലൈസ് ചെയ്യാം. A sending goods to B 100 units at 50 per unit. ഇതാണ് ആദ്യത്തെ, അതായത് സെൻഡിങ് ഗൂഡ്സ് ആദ്യത്തെ ട്രാൻസാക്ഷൻ. സോ എൻട്രി വിൽ ബി ഗുഡ്സ് കൊടുത്തു വിടുകയാണ്. ഏത് കൺസൈൻമെന്റ്, ഈ പൂനെ കൺസൈൻമെന്റിന് കൊടുത്തു വിടുകയാണ് അല്ലേ. സോ എൻട്രി വിൽ ബി, അതെൻ്റെ ഡെറ്റർ ആണ്. ഇപ്പം എൻ്റെ സ്റ്റോക്ക് എവിടെ കിടപ്പുണ്ട്, പൂനെയിൽ കിടപ്പുണ്ട്. സോ therefore consignment account debit. 2, സാധാരണ നമ്മൾ ഗുഡ്സ് സെല് ചെയ്യുമ്പോൾ സെയിൽസ് എന്നാണ് റെക്കോർഡ്, ഇവിടുത്തെ സെല്ലിംഗ് അല്ല, മിയർലി സെൻഡിങ്. therefore you record it to another ledger called goods sent on consignment. amount എത്ര ഉണ്ടായിരുന്നു, 100 units at 50, which is nothing but 5,000. First transaction. ഇനി അടുത്ത നമ്മൾ പറഞ്ഞ ട്രാൻസാക്ഷൻ, കൺസൈനർ ഈ കൺസൈൻമെന്റ് അങ്ങോട്ട് കൊടുത്തു വിടാൻ കുറച്ച് എക്സ്പെൻസസ് ഇൻകർ ചെയ്യുന്നുണ്ട് അല്ലേ. ഈ എക്സ്പെൻസസ് ഒക്കെ ആർക്ക് വേണ്ടി ഇൻകർ ചെയ്യുന്നതാണ്, അല്ലെ എന്ത് കാരണം, ഏത് സാഹചര്യം കൊണ്ടാണ് ഇൻകർ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു കൺസൈൻമെന്റ് വന്നത് വഴി. അപ്പോൾ എക്സ്പെൻസ് ഒക്കെ നമ്മൾ എവിടെയായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്, ത്രൂ കൺസൈൻമെന്റ് account. So consignment account debit 2. ഇവിടെ എക്സ്പെൻസ് പേ ചെയ്തു എന്ന് പറയുന്നില്ല. ഈ incurs following expenses transportation and loading 1500 എന്നാണ്. So therefore he can either pay through cash, അല്ലെങ്കിൽ ക്യാഷ് കൊടുത്തു, അല്ലെങ്കിൽ ബാങ്ക് ഒരു ചെക്ക് കൊടുത്തെന്നാകാം, അല്ലെങ്കിലോ ഇവരെ എല്ലാവരും ക്രെഡിറ്റേഴ്സ് വേണമെങ്കിലും ആക്കാം അല്ലെ, ക്രെഡിറ്റേഴ്സ് ഫോർ എക്സ്പെൻസസ്, എന്താണെങ്കിലും കുഴപ്പമില്ല. എമൗണ്ട് വിൽ ബി 1500. ഇനി നറേഷനിൽ നിങ്ങൾക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാം, ലോഡിങ് എത്ര, ട്രാൻസ്പോർട്ടേഷൻ എത്ര. അത് കഴിഞ്ഞിട്ടുള്ള ട്രാൻസാക്ഷൻസ് എന്തൊക്കെ വരും, കൺസൈനിക്ക് ഈ ഗുഡ്സ് അയാളുടെ ഗോഡൗണിന്റെ ഗേറ്റ് വരെ എത്തി, പക്ഷെ ഗോഡൗണിലേക്ക് ഇറക്കി പൊസഷൻ കിട്ടണമെങ്കിൽ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ എന്ത് എക്സ്പെൻസുകൾ വരുന്നുണ്ട്, ലോഡിങ് ആൻഡ് അൺലോഡിങ് ചാർജസ് വരുന്നുണ്ട്. സോ ലോഡിങ് ആൻഡ് അൺലോഡിങ് ചാർജസ് ആര് ഇൻകർ ചെയ്തു, എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ കൺസൈനി. ഇതിപ്പോൾ ആരുടെ ബുക്സിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, കൺസൈനറിന്റെ ബുക്സിലാണ്.
അപ്പോൾ കൺസൈനറിന്റെ ക്യാഷിൽ നിന്ന് എന്തെങ്കിലും പോയോ? ഇല്ല. ഇനി ഈ എക്സ്പെൻസ് കൺസൈനിയാണ് ഇൻകർ ചെയ്യുന്നത്, പക്ഷെ ആരാണ് ബെയർ ചെയ്യേണ്ടത്? നമ്മൾ ആ പോയിന്റ് ആണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ് എഴുതിയത്. എവറി എക്സ്പെൻസ് ഇൻകേർഡ് ബൈ കൺസൈനി ഷുഡ് ഓൾവേസ് ബി ബോൺ ബൈ കൺസൈനർ. അതിപ്പോൾ ഡയറക്റ്റ് ആണെങ്കിലും അതെ, ഇൻഡയറക്റ്റ് ആണെങ്കിലും അതെ. ഡയറക്റ്റ് മാത്രം എടുക്കേണ്ടത് എപ്പോഴാണ്? ഈ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് മാത്രം എടുക്കണമെന്നേ പറയുന്നുള്ളൂ. ഇൻഡയറക്റ്റും കൺസൈൻമെന്റിന് എക്സ്പെൻസ് തന്നെയാണ്. So expenses incurred by consignee should be borne by consignor. അപ്പോൾ തൊട്ട് മുന്നേ കൺസൈനർ പേ ചെയ്ത എക്സ്പെൻസ് എഴുതിയതുപോലെ തന്നെ വേണം ഈ എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യാൻ. കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ്. എമൗണ്ട് എത്ര ഉണ്ടായിരുന്നു? നമ്മൾക്ക് എല്ലാം കൂടി ക്യുമുലേറ്റ് ചെയ്ത് എഴുതാം. 500 loading, 200 and 300. That is in total 1000 rupees. 2. ആരാണ് ക്യാഷ് കൊടുത്തത്? കൺസൈനിയാണ്. പക്ഷെ കൺസൈനറിന്റെ ബുക്സ് ആണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ കൺസൈനറിന്റെ ബുക്കിൽ നിന്ന് കാശ് എന്തെങ്കിലും പോയോ? ഇല്ല. ഈ എമൗണ്ട് കൺസൈനി എനിക്ക് വേണ്ടി പേ ചെയ്തത് കാരണം കൺസൈനി എൻ്റെ കയ്യിൽ നിന്ന് റീഇംബേഴ്സ്മെന്റ് ചോദിക്കും അല്ലേ? സോ വിച്ച് മീൻസ് ഐ ഹാവ് എ ക്രെഡിറ്റർ ഇൻ ദ നേച്ചർ ഓഫ് കൺസൈനി നൗ. അയാൾക്ക് ഞാൻ ഈ കാശ് കൊടുക്കണം. കൺസൈനീസ് പേഴ്സണൽ അക്കൗണ്ട്. അതായത് അയാളുടെ പേര് നമുക്ക് എഴുതാം. തൊട്ട് മുന്നത്തെ ഇന്നലെ പറഞ്ഞ ഡിസ്കഷനിൽ ബി ആയിരുന്നു കൺസൈനി. ടു ബി അക്കൗണ്ട് എന്ന് വേണേലും എഴുതാം. കൺസൈനീസ് പേഴ്സണൽ അക്കൗണ്ട്, അതായത് അയാളുടെ പേരിലുള്ള പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് പേഴ്സണൽ അക്കൗണ്ടിലേക്ക് 1000 പോസ്റ്റ് ചെയ്യും. അതിൻ്റെ അർത്ഥം അയാൾക്കൊരു ക്രെഡിറ്റ് ബാലൻസ് ആണ്. വിച്ച് മീൻസ് ഇറ്റ്സ് എ ലയബിലിറ്റി ഫോർ മീ. I have to pay. Next, selling goods to customers by consignee. Yeah, consignee ഈ goods ഒക്കെ കിട്ടി, അയാളുടെ ഗോഡൗണിൽ അയാളുടെ പൊസഷനിലേക്ക് എത്തി. എന്നിട്ട് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ XYZ കൊടുക്കുകയാണ് അല്ലേ, വിൽക്കുകയാണ്. വിറ്റ് കിട്ടുന്ന പൈസ അയാൾക്ക് സെയിലായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സെയിൽസ് റെക്കോർഡ് ചെയ്യേണ്ടത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു? A ആണ് അല്ലേ. അപ്പോൾ ഇവിടെ സെയിൽ ആണ് റെക്കോർഡ് ചെയ്യുന്നത്. സെയിൽ വിൽ ഓൾവേസ് ബി ക്രെഡിറ്റഡ് ടു സെയിൽസ് ആണ്. അപ്പൊ നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഇവിടെ പക്ഷേ സെയിൽ എന്ന് പറഞ്ഞ ലെഡ്ജറിലേക്ക് ആയിരിക്കുകയല്ല നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഗുഡ്സ് നമ്മൾ കൊടുത്തു വിട്ടപ്പോൾ ഏത് അക്കൗണ്ടിനെയാണ് ഡെബിറ്റ് ചെയ്തത്? കൺസൈൻ. അവിടെയാണ് നമ്മുടെ എല്ലാ ഗുഡ്സിന്റെയും ഡെബിറ്റ് സൈഡിൽ സ്റ്റോക്ക് അക്യുമുലേറ്റ് ആയി കിടക്കുന്നത് പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഗുഡ്സ് അവിടെ നിന്ന് കുറയുമ്പോഴും അതേ അക്കൗണ്ടിനെ വേണം നമ്മൾ ക്രെഡിറ്റ് ചെയ്യാൻ. പക്ഷെ നമ്മൾ ബ്രാക്കറ്റിൽ എഴുതും സെയിൽസ് എന്നുള്ളത്. കൺസൈൻമെന്റ് സെയിൽസിന് എപ്പോഴും ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്. കൺസൈൻമെന്റ് സെയിൽ ആണെങ്കിലും ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ സെയിലിന്റെ എമൗണ്ട് ഒന്നും നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തില്ല. സോ therefore let us take it to be 7000 rupees. സോ കൺസൈൻമെന്റിനെ സെയിലായി വന്നതിനെ ക്രെഡിറ്റ് ചെയ്യണം. ആരെ ഡെബിറ്റ് ചെയ്യും? ഈ XYZ അപ്രോച്ച് ചെയ്തത് ആരാണ്? ബി ആണ്. അപ്പൊ കാശ് XYZ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടാവുക? ബിക്ക് കൊടുത്തിട്ടുണ്ടാവുക. ബിയുടെ കയ്യിൽ നിന്ന് ആർക്ക് കിട്ടണം? എക്ക് കിട്ടണം. സോ ഈ സെയിൽ ട്രാൻസാക്ഷനിൽ ബിയുടെ കയ്യിൽ നിന്ന് എനിക്ക് ക്യാഷ് കിട്ടണം. വിച്ച് മീൻസ് ബി ബിക്കംസ് മൈ ഡെറ്റർ നൗ അല്ലെ. ഒരു ഡെറ്റർ പോലെ, ഒരു അസറ്റ് പോലെ. അയാൾ ഡയറക്ട്ലി എൻ്റെ ഡെറ്റർ അല്ല, പക്ഷെ ഒരു അസറ്റ് പോലെ അയാളുടെ കയ്യിൽ നിന്ന് എനിക്ക് പൈസ റിക്കവർ ചെയ്യണം. സോ കൺസൈനീസ് പേഴ്സണൽ അക്കൗണ്ട് ഡെബിറ്റ് 7000 rupees. ഇനി ഇവരാരും കാശ് തന്നിട്ടില്ല, ഡയറക്ട്ലി ആ ഡെറ്റേഴ്സ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് റെക്കോർഡ് ചെയ്യാം? അതായത് XYZ ആരും ബിക്ക് കാശ് കൊടുത്തില്ല. എല്ലാവരും പറഞ്ഞു ഞങ്ങൾ എയുടെ അക്കൗണ്ടിലേക്ക് ഒരു മാസം കഴിയുമ്പോൾ കാശ് ഇട്ടേക്കാം. അതാണ് ക്രെഡിറ്റ് പീരീഡ് കൊടുത്തതെങ്കിൽ നമുക്ക് ഇവിടെ എങ്ങനെ റെക്കോർഡ് ചെയ്യാം? കൺസൈനീസ് പേഴ്സണൽ വേണ്ട, കൺസൈൻമെന്റിന്റെ ഭാഗമായി വന്ന ഡെറ്റേഴ്സ് ആയിട്ട് റെക്കോർഡ് ചെയ്യാം. കൺസൈൻമെന്റ് ഡെറ്റർ XYZ എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ജനറൽ സിനാരിയോയിൽ നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ്. ആ പൈസയൊക്കെ എൻ്റെ കൺസൈനി അല്ലെ ഏജന്റ് കളക്ട് ചെയ്യും. അയാളുടെ കയ്യിൽ നിന്നാണ് പിന്നെ ഞാൻ റിക്കവർ ചെയ്യുന്നത്. സോ therefore I have debited consignee's personal account. Next set of transactions. ജനറലി വരാൻ സാധ്യതയുള്ളൂ. ഇത്രയും സെയിൽ നടത്തിയ കൺസൈനിക്ക് ഞാൻ കമ്മീഷൻ കൊടുക്കണം അല്ലേ? വേണ്ടേ?
So that commission is my expense. But what expense is that? കൺസൈൻമെന്റിന്റെ ഭാഗമായിട്ട് വന്ന എക്സ്പെൻസ് ആണ്. സോ കൺസൈൻമെന്റ് അക്കൗണ്ട്, പിന്നെ ഇതിൻ്റെയൊക്കെ ബ്രാക്കറ്റിൽ അല്ലെങ്കിൽ നറേഷനിൽ നിങ്ങൾ എക്സ്പെൻസ് ഒക്കെ എഴുതിക്കോളും. ലെഡ്ജർ പോസ്റ്റിങ്ങിനും അങ്ങനെ തന്നെ. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇവിടെയും നറേഷനിൽ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, കാരണം നമ്മൾ 3 എക്സ്പെൻസ് ക്യുമുലേറ്റ് ചെയ്താണ്. ഇവിടെയും 2 എക്സ്പെൻസ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ബ്രാക്കറ്റിലൊന്നും കൊടുക്കുന്നത്. അവസാനം പറഞ്ഞ കമ്മീഷൻ സിംഗിൾ എമൗണ്ട് ആയത് കാരണം ഞാൻ കമ്മീഷന് ഡയറക്റ്റ്ലി കൺസൈൻമെന്റിന്റെ തൊട്ടിപ്പുറത്ത് റെക്കോർഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇനി അതിന്റെ എമൗണ്ട് നമുക്കറിയില്ല. ലെറ്റ് us assume that is 3,500. എമൗണ്ട്സ് ഒക്കെ അസംഷൻ ആണ്. ആദ്യത്തെ ഒരു കുറച്ച് 3 എൻട്രീസ് വരെ നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ നിന്ന് ഡയറക്റ്റ്ലി പിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ കമ്മീഷൻ ഇസ് മൈ കൺസൈൻമെന്റ് എക്സ്പെൻസ്. കൺസൈനറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് ആർക്കാണ് ഞാൻ കൊടുക്കേണ്ടത്? കൺസൈനിക്ക്. അപ്പൊ വീണ്ടും കൺസൈനി എനിക്കൊരു ലയബിലിറ്റി ആയി, അയാൾക്ക് ഞാൻ കാശ് കൊടുത്തു തീർക്കണം. ലെറ്റ്സ് therefore കൺസൈനീസ് പേഴ്സണൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യാം. ഇത്രയും ട്രാൻസാക്ഷൻ നടന്നു. ഇവിടെ സെയിൽ നടത്തിയത് 7,000 എമൗണ്ട് എന്നേ പറയുന്നുള്ളൂ. അസ്യൂം ഫുൾ യൂണിറ്റ്സ് നമുക്ക് വിൽക്കാൻ പറ്റില്ല. അതിന്റെ അർത്ഥം കൺസൈൻമെന്റിന്റെ ഭാഗമായി കുറെ സ്റ്റോക്ക് മിച്ചം കൺസൈനിയുടെ ഗോഡൌണിൽ കിടപ്പുണ്ട്. അത് പക്ഷെ ആരുടെ സ്റ്റോക്കാണ്? കൺസൈനറിന്റെ സ്റ്റോക്കാണ്. അതിനെ നമ്മൾ കൺസൈൻമെന്റ് സ്റ്റോക്ക് ആയിട്ട് റെക്കോർഡ് ചെയ്യും. അതിന്റെ എൻട്രി വിൽ ബി, സ്റ്റോക്കിനെ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. സോ കൺസൈൻമെന്റ് സ്റ്റോക്ക് എന്നോ അല്ലെങ്കിൽ സ്റ്റോക്ക് ഓൺ കൺസൈൻമെന്റ്, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ടെക്സ്റ്റിലൊക്കെ കണ്ടെന്നിരിക്കാം. കൺസൈൻമെന്റ് വഴി വന്ന സ്റ്റോക്ക് ആണെന്ന് ബൈഫിക്കേറ്റ് ചെയ്ത് അറിയാൻ ആ ഒരു വേർഡും കൂടി ചേർത്ത് എഴുതുന്നതായിരിക്കും നല്ലത്. 2, ആരെ ക്രെഡിറ്റ് ചെയ്യും? ഏത് അക്കൗണ്ടിലായിരിക്കും ഈ സ്റ്റോക്ക് ഇപ്പോൾ ഉണ്ടാവുക? കൺസൈൻമെന്റിലാണ് നമ്മൾ ഗുഡ്സ് അയച്ചതിന്റെ ക്വാണ്ടിറ്റിയുടെ വർത്ത് എഴുതിയിരിക്കുന്നത് അല്ലേ? അതിൽ നിന്ന് കുറെ വിറ്റുപോയി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ സ്റ്റോക്ക് ഇവിടെ 100 യൂണിറ്റ്സ് ആണ് കൊടുത്തു വിട്ടത്. ഇമാജിൻ ഈ 7,000 കിട്ടിയത് 70 യൂണിറ്റ് വിറ്റിട്ടാണ്. അപ്പൊ അതിന്റെ അർത്ഥം ബാക്കി 30 യൂണിറ്റ് എവിടെയുണ്ട്? എൻ്റെ സ്റ്റോക്കിൽ കിടപ്പുണ്ട്. അതായത് കൺസൈൻമെന്റ് അക്കൗണ്ടിൽ സ്റ്റോക്ക് ആയിട്ട് കിടപ്പുണ്ട്. അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പുതിയൊരു ലെഡ്ജർ ആയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ് സ്റ്റോക്ക് ഓൺ കൺസൈൻമെന്റ്. സോ എൻട്രി വിൽ ബി സ്റ്റോക്ക് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. എൻട്രി ജസ്റ്റ് ഒരു റാൻഡം എമൗണ്ട് എഴുതുകയാണ് 3,000. ഇത് റാൻഡമായിട്ട് എഴുതിയതാണ്. നിങ്ങൾ പ്രീവിയസ് ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസ് ഒന്നും കമ്പയർ ചെയ്യേണ്ട. ജസ്റ്റ് ഞാൻ പറഞ്ഞ ഒരു 30 യൂണിറ്റ് റെക്കോർഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇൻ ആക്ച്വൽ ഫുൾ ഫ്ലെഷ് പ്രോബ്ലംസ് നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത കുറേ പ്രോബ്ലംസിൽ ഈ സ്റ്റോക്ക് യൂണിറ്റിന്റെ ഒക്കെ വർത്ത് ആണ് കണ്ടുപിടിച്ചത് അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 4, 8 and 6 and 9 ആയിട്ട് അതിലൊക്കെ നമ്മൾ സ്റ്റോക്ക് കണ്ടുപിടിക്കുമ്പോൾ ആ സ്റ്റോക്ക് ഫിഗർ ആണ്, ആ എമൗണ്ട് ആണ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്. ആ കിട്ടിയ എമൗണ്ട് വാല്യൂ ആണ് നമ്മളിവിടെ എൻട്രിയിൽ പോസ്റ്റ്. സോ ഇതാണ് ജനറലി നടക്കുന്ന ഒരു സ്ട്രക്ചർ ഓഫ് കൺസൈൻമെന്റ്. ആദ്യമേ എയിൽ നിന്ന് ബിയിലേക്ക് ഗുഡ്സ് പോയി, ആദ്യത്തേത് അല്ലേ? രണ്ടാമത് എയിൽ നിന്ന് ബിയിലേക്ക് ഗുഡ്സ് എത്താൻ കുറച്ച് എക്സ്പെൻസ് ആര് ഇൻകർ ചെയ്യണം? എ ഇൻകർ ചെയ്യണം. മൂന്നാമത്തേത് ഗുഡ്സ് ബി റിസീവ് ചെയ്യാൻ എക്സ്പെൻസ് ഇൻകർ ചെയ്യേണ്ടത് ആരാണ്? ബി കുറച്ച് എക്സ്പെൻസ് ഇൻകർ. അതാണ് മൂന്നാമത്തെ എൻട്രി. ഈ കിട്ടിയ ഗുഡ്സ് ഒക്കെ ബി എന്ത് ചെയ്തിട്ടുണ്ട്? പല കസ്റ്റമേഴ്സിലേക്കും വിറ്റിട്ടുണ്ട്. കസ്റ്റമർ XYZ. ആ സെയിലാണ് അടുത്ത എൻട്രി. ഇനി ഇത്രയും കഷ്ടപ്പെട്ട് സെയിൽ നടത്തി കൊടുത്തതിന് ബിക്ക് നമ്മളൊരു കമ്മീഷൻ, ഇവിടെ ഗുഡ്സ് അയച്ചു, പലർക്കും XYZ സെയിൽ നടത്തി, അതിന് പകരമായിട്ട് എ ബിക്ക് എന്ത് കൊടുക്കണം? കമ്മീഷൻ കൊടുക്കണം. കാരണം ഈ സെയിലൊക്കെ അൾട്ടിമേറ്റ്ലി എയുടെ സെയിലാണ്. സോ എ ആ സെയിലിന് പ്രത്യുപകാരമായിട്ട് കമ്മീഷൻ
കൺസൈനിക്ക് കൊടുക്കുന്നു. ആൻഡ് ഫൈനലി ഈ സെയിലെല്ലാം നടത്തി കഴിഞ്ഞിട്ടും ബാക്കി ബിയുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്ക് ഇൻ ഹാൻഡ് will be recorded by A as closing stock arising out of this consignment agreement. ഇതാണ് ബേസിക് സ്ട്രക്ചർ. ഇനി നമുക്ക് ജേർണൽസ് വായിക്കാം. ഇത്രയൊക്കെ തന്നെയാണ് ജേർണൽസ് ഉള്ളത്. കുറച്ച് 1-2 പോയിന്റ്സ് അഡീഷണൽ ഉണ്ടെന്ന് മാത്രമാണ്. That we will discuss one by one. First one, as we discussed, on sending goods. Consignment account debit to goods sent on consignment. ഇപ്പോൾ കൺസൈനിയുടെ പാർട്ട് നിങ്ങൾ നോക്കണ്ട, നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കഷൻ വരുന്നത്. ഇവിടെ കൺസൈൻമെന്റ് ഞാൻ പറഞ്ഞു, ഒരു ക്വസ്റ്റ്യനിൽ 2-3 കൺസൈൻമെന്റ് 2-3 ലൊക്കേഷനിലേക്ക് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇവിടെ ഒരു പ്രീഫിക്സ് കൊടുത്തോളുക. പൂനെന്നോ അല്ലെങ്കിൽ ബിക്കുള്ള കൺസൈൻമെന്റ് ടു ബി എന്നോ അങ്ങനെ പേര് വെച്ചിട്ട് മനസ്സിലാകാവുന്ന രീതിയിൽ എഴുതിക്കൊള്ളുക. എല്ലാം കൂടെ ഒരുമിച്ച് ഒരൊറ്റ കൺസൈൻമെന്റ് അക്കൗണ്ടിലേക്ക് ഒരിക്കലും എഴുതരുത്. ഇവിടെ കൺസൈൻമെന്റ് എന്ന് വെറുതെ തന്നിരിക്കുന്നത് അസ്യൂമിങ് ഒരൊറ്റ ഏജന്റ് മാത്രം നമുക്കുള്ളൂ, അയാൾക്ക് കൊടുക്കുന്ന ഒരു ലെഡ്ജർ ആയിട്ടാണ്. നെക്സ്റ്റ്, ഓൺ എക്സ്പെൻസസ് ഫോർ സെൻഡിങ് ഗുഡ്സ്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞ കൺസൈൻമെന്റ് അക്കൗണ്ട് എൻറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് ഓർ ക്രെഡിറ്റേഴ്സ് ഫോർ എക്സ്പെൻസസ്. തേർഡ് വൺ, എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ കൺസൈനി. കൺസൈൻമെന്റ് അക്കൗണ്ട് എൻറ്റർ ടു കൺസൈനീസ് പേഴ്സണൽ അക്കൗണ്ട്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും, എക്സ്പെൻസസ് പറയുന്നുള്ളൂ, ഡയറക്റ്റ് ആവണമെന്നോ ഇൻഡയറക്റ്റ് ഒന്നും പറയുന്നില്ല. എല്ലാ എക്സ്പെൻസും കൺസൈൻമെന്റിന് വേണ്ടി ഏറ്റെടുത്തതാണ് കൺസൈനി. അപ്പോൾ അത് മുഴുവൻ വേറെയാണത് കൺസൈനറാണ്. ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ കോസ്റ്റ് പെർ യൂണിറ്റ് കമ്പ്യൂട്ടേഷന് മാത്രം. അടുത്തത്, ഓൺ കൺസൈനി റിപ്പോർട്ടിംഗ് സെയിൽസ് എന്ന് പറഞ്ഞു, കൺസൈനീസ് പേഴ്സണൽ അക്കൗണ്ട് എൻറ്റർ ടു കൺസൈനി. ഇവിടെ ഞാനൊരു ചെറിയൊരു പോയിന്റ് പറഞ്ഞിരുന്നു. സപ്പോസിറ്റ്ലി ഈ ഡെറ്റേഴ്സ് ഒക്കെ ഡയറക്റ്റ്ലി, അതായത് നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ XYZ ഒക്കെ പറയുകയാണ്, ഞങ്ങൾ നേരിട്ട് എക്ക് 1 മാസം കഴിയുമ്പോൾ ക്യാഷ് കൊടുത്തോളാം എന്ന് പറയുകയാണെങ്കിൽ കൺസൈനിയുടെ കയ്യിൽ നിന്നല്ല നമ്മൾ റിക്കവർ ചെയ്യാൻ പോകുന്നത്, ഓരോ കസ്റ്റമറിന്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ ഈ കസ്റ്റമേഴ്സിനെ നമ്മളുടെ ജനറൽ ബിസിനസ്, അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞ എക്സാമ്പിളിൽ ചെന്നൈയിൽ അയാൾക്ക് ഒരു ലൊക്കേഷൻ ഉണ്ട് അല്ലേ, അപ്പോൾ ആ ചെന്നൈയിലും ഇയാൾക്ക് കുറെ ഡെറ്റേഴ്സ് കാണും. അവരിൽ നിന്ന് വ്യത്യാസമായിട്ട് അല്ലെ വ്യത്യസ്തരാക്കി വെക്കാൻ വേണ്ടി XYZ പൂനെയിൽ നിന്നുള്ള ഡെറ്റേഴ്സ് എന്ന് അറിയാൻ വേണ്ടി നമ്മൾ കൺസൈൻമെന്റ് ഡെറ്റേഴ്സ് XYZ എന്ന് റെക്കോർഡ് ചെയ്യാം. ബട്ട് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സിറ്റുവേഷൻ. ജനറലി ഇതായിരിക്കും എൻട്രി. ബട്ട് ഡെറ്റർ ആയിട്ട് റെക്കോർഡ് ചെയ്യണമെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ അതനുസരിച്ച് ഈ എൻട്രിയിൽ മോഡിഫിക്കേഷൻസ് വരുത്തുക. ഇനി 5, 6, 7, 8 ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, തൽക്കാലം ഹോൾഡ് ചെയ്യുക. അടുത്തത് ഫോർ കമ്മീഷൻ ഡ്യൂ, കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനീസ് പേഴ്സണൽ അക്കൗണ്ട്. ഇത് നമ്മൾ പറഞ്ഞതാണ്, കൺസൈനറിന് ഈ കമ്മീഷൻ ഒരു എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് കൺസൈൻമെന്റിനെ ഡെബിറ്റ് ചെയ്യുന്നു. കൺസൈനിക്കാണ് കൊടുക്കേണ്ടത്, സോ അയാളുടെ പേഴ്സണൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ആൻഡ് ഫൈനലി ക്ലോസിംഗ് സ്റ്റോക്കിനെ കുറിച്ച് പറഞ്ഞാൽ സ്റ്റോക്ക് ഓൺ കൺസൈൻമെന്റ് ഓർ കൺസൈൻമെന്റ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈൻമെന്റ്. ഇത്രയും എൻട്രീസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി പറയാത്ത 1-2 എൻട്രീസും കൂടെ നമുക്ക് ഇപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്തു കൊടുക്കും. അതിൽ ഈസി ആയിട്ടുള്ളത് 12 ഫോർ സെറ്റിൽമെന്റ്. ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അല്ലേ, നമ്മൾ ഈ ഫുൾ എൻട്രി എഴുതി കഴിയുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, കൺസൈനീസ് പേഴ്സണൽ അക്കൗണ്ട് പല പ്രാവശ്യം നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. അയാൾ നമുക്ക് വേണ്ടി എക്സ്പെൻസ് ഇൻകർ ചെയ്യുമ്പോൾ നമ്മൾ അയാൾക്ക് കാശ് കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ അയാൾ ക്രെഡിറ്റർ ആക്കുന്നു. നമ്മളുടെ പേരിൽ അയാൾ സെയിൽസ് നടത്തുമ്പോൾ ആ സെയിൽ എമൗണ്ട് എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ് അയാളെ ഡെബിറ്റ് ചെയ്യുന്നു. വീണ്ടും കമ്മീഷൻ അയാൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ അയാളെ ക്രെഡിറ്റ് ചെയ്യും. ഇങ്ങനെ പല പ്രാവശ്യം ഈ അയാളുടെ പേഴ്സണൽ അക്കൗണ്ട് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് വരും. അപ്പോൾ അറ്റ് ദ ഇയർ എൻഡ് ഓഫ് ഫ്രീക്വൻ്റ്ലി വാട്ട് യു വിൽ ഹാവ് ടു ഡു, ഈ ആൾക്ക് നമ്മൾ സെറ്റിൽമെന്റ് ചെയ്യണം അല്ലേ. ഒന്നെങ്കിൽ ഈ ട്രാൻസാക്ഷൻസിൻ്റെ ഒക്കെ ക്യുമുലേറ്റീവ് എഫക്റ്റ് ആയിട്ട് നമ്മൾ അയാൾക്ക് കാശ് കൊടുക്കണം, അല്ലെങ്കിലോ അയാൾ നമ്മൾക്ക് കാശ് തരണം. നമ്മൾ പറഞ്ഞ് ഇന്ന് രാവിലെ ഡിസ്കസ് ഇതിന് മുന്നേ ഉള്ള രാവിലെയുള്ള ക്ലാസ്സിൽ നമ്മൾ അഡ്വാൻസ് വെച്ചിട്ട് കുറച്ച് പ്രോബ്ലംസ് ചെയ്തിരുന്നു അല്ലേ. അഡ്വാൻസ് വെച്ചിട്ട് കുറച്ച് കമ്പ്യൂട്ടേഷൻസ് ഒക്കെ നടത്തി. ആ കമ്പ്യൂട്ടേഷൻസ് ഒക്കെ നടത്തിയത് എന്തൊക്കെ തന്നെയാണ്, ഈ അമൗണ്ട്സ് ഇതിന് ലാസ്റ്റ് നോക്കി എമൗണ്ട് പേയബിൾ ടു ടിനു ഇവിടെ കൺസൈനി ആയിരുന്നു. അപ്പോൾ ഇവിടെ ഇത്രയും ട്രാൻസാക്ഷൻസ് ഒക്കെ നടന്നു കഴിഞ്ഞപ്പോൾ കൺസൈനിക്ക് ഞാൻ കാശ് കൊടുക്കണം. ഇനി ചില സിറ്റുവേഷനിൽ കൺസൈനി എനിക്ക് കാശ് തരേണ്ടി വന്നിരിക്കാം.
അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പെൻഡിങ് എമൗണ്ട് കൺസൈനീസ് പേഴ്സണൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ സെറ്റിൽ ചെയ്യണം. ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന എൻട്രി അസ്യൂമിങ് കൺസൈനി ആണ് എനിക്ക് തരാനുള്ളത് എന്നുള്ള രീതിയിലാണ് ഇവിടെ എൻട്രി എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ എൻട്രി എന്താ വരേണ്ടത്? കൺസൈനി എനിക്ക് ഇനിയും കുറച്ച് കാശ് തരാനുണ്ട്, അത് തന്നു എന്ന് വിചാരിക്കാം. എൻട്രി വിൽ ബി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, അല്ലെ ബാങ്കിലേക്ക് തരുന്നെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈനീസ് പേഴ്സണൽ അക്കൗണ്ട്. അങ്ങനെ അയാളുടെ അക്കൗണ്ട് ഞാൻ ക്ലോസ് ചെയ്യും. പിന്നെ എപ്പോഴും അയാൾ ക്യാഷോ അല്ലെങ്കിൽ ബാങ്ക് ചെക്കോ തരണമെന്നില്ല. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതുപോലെ ബിൽസ് റിസീവബിൾ വേണമെങ്കിലും അയാൾക്ക് തരാം. അതായത് ബിൽസ് റിസീവബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? കൺസൈനർ ആണ് സെയിൽസ് നടത്തുന്നത് അല്ലേ, കൺസൈനിയുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടണം. അപ്പോൾ കൺസൈനർ ബില്ല് പ്രിപ്പയർ ചെയ്ത് കൺസൈനിക്ക് കൊണ്ട് കൊടുക്കുന്നു. കൺസൈനി അക്സെപ്റ്റ് ചെയ്തിട്ട് പറയാം ശരിയാണ്, ഞാൻ നിങ്ങൾക്ക് ബില്ല് 1 മാസം കഴിയുമ്പോൾ സെറ്റിൽ ചെയ്ത് തന്നേക്കാം. അത് വേണമെങ്കിലും സംഭവിക്കാം. സോ അങ്ങനെയുള്ളൊരു എൻട്രിയാണ്. ഇനി ഈ എൻട്രീസ് എല്ലാം റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അഡ്വാൻസിലൊക്കെ നമ്മൾ അങ്ങോട്ടാണ് കാശ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ്, കൺസൈനീസ് പേഴ്സണൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ടു ബാങ്ക്, ആൻഡ് നമ്മൾ ബില്ലാണ് കൊടുക്കുന്നതെങ്കിൽ ബിൽസ് പേയബിൾ. സോ ദാറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ. ഇതൊരു കോമൺ ആയിട്ടൊരു എൻട്രി തന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഓപ്പോസിറ്റ് നിങ്ങൾ തന്നെ റെക്കോർഡ് ചെയ്യേണ്ടി വരും ഇഫ് സച്ച് സിറ്റുവേഷൻ അറൈസസ്. ദെൻ നമ്മൾ പറഞ്ഞ അഡ്വാൻസ് റിസീവ്ഡ് ഫ്രം കൺസൈനി. അഡ്വാൻസ് കിട്ടുമ്പോൾ അത് നമ്മുടെ ബാങ്കിലേക്കോ ക്യാഷിലേക്കോ ആണ് വരുന്നത്. ഇവിടെയും വേണമെങ്കിൽ ബില്ല് തരാം. ഞാൻ ഇവിടെ ഇപ്പോൾ ബില്ല് എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ, ക്യാഷോ ബാങ്ക് എന്ന് അസ്യൂം ചെയ്യുന്നുണ്ട്. ബില്ല് വന്നാൽ അതനുസരിച്ച് എൻട്രി റെക്കോർഡ് ചെയ്യും. സോ അഡ്വാൻസ് ആയിട്ട് ബില്ല് വന്നത് എൻ്റെ ക്യാഷിലേക്കോ ബാങ്കിലേക്കോ, സോ അവരെ ഡെബിറ്റ് ചെയ്യുക. ആരാണ് തന്നത്? കൺസൈനി അല്ലേ. ഒന്നെങ്കിൽ ഞാൻ അയാൾക്ക് ഇത് തിരിച്ചു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അയാൾക്ക് അയാളുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ട പൈസയായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. എന്താണെങ്കിലും നമ്മൾ അയാളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ഇതിനെ പോസ്റ്റ് ചെയ്യണം. സോ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റർ ടു കൺസൈനീസ് പേഴ്സണൽ അക്കൗണ്ട്. ഇത് എപ്പോഴും നടക്കണമെന്നില്ല, അഡ്വാൻസ് ഒന്നും വരണമെന്നില്ല. അതുകൊണ്ട് ഈ ഒരു ഡിസ്കഷനിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തില്ല എന്നേ ഉള്ളൂ. ബട്ട് ഇറ്റ് ഈസ് വെരി സ്ട്രേറ്റ് ഫോർവേഡ്. നെക്സ്റ്റ് ഇസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തില്ല, പക്ഷേ യെസ്റ്റർഡേസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സെയിം പോയിന്റ് ആണ് 6, 7, 8, 9. നത്തിങ് ബട്ട് വാട്ട്? അബ്നോർമൽ ലോസിനെ എങ്ങനെ റെക്കോർഡ് ചെയ്യും? ആദ്യമേ എന്ത് ചെയ്യണം? അബ്നോർമൽ ലോസിനെ നമ്മൾ ട്രേഡിങ്ങിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത് അല്ലേ. അത് അബ്നോർമൽ ലോസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്നലെ ട്രേഡിംഗ് ഒക്കെ എടുത്തത്. ഇനി കൺസൈൻമെന്റിൽ വരുന്ന അബ്നോർമൽ ലോസ് ആകുമ്പോൾ ഈ കൺസൈൻമെന്റിനെ ഇനി നിങ്ങൾ ഒരു ട്രേഡിങ്ങിന് തുല്യമായിട്ട് കണ്ടാൽ മതി. എന്തുകൊണ്ടാണ് ട്രേഡിങ്ങിന് തുല്യമായിട്ട് കാണണമെന്ന് പറയുന്നത്? ലെറ്റ് us record കൺസൈൻമെന്റ് ലെഡ്ജർ പോസ്റ്റിംഗ് നമുക്കിനി ചെയ്തു തരാം. എൻട്രി നോക്കിക്കോളുക. ആദ്യത്തെ എൻട്രി എന്തായിരുന്നു? കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെന്റ്. ഗുഡ്സ് സെന്റ് കൺസൈൻമെന്റ്. ഇവിടെ ഞാൻ യൂണിറ്റ്സും കൂടെ എഴുതുകയാണ്. 5,000. 2 കൺസൈനീസ് പേഴ്സണൽ അക്കൗണ്ട് അല്ലെ 1000. അത് കൺസൈനിയുടെ എക്സ്പെൻസുകൾ, പിന്നെ നമ്മൾ ഇൻകർ ചെയ്ത കുറച്ച് എക്സ്പെൻസ് ഉണ്ടായിരുന്നു, ട്രാൻസ്പോർട്ടേഷനൊക്കെ. 1,500. കൺസൈനേഴ്സ് എക്സ്പെൻസസ്. അത് കഴിഞ്ഞത്തെ എൻട്രി എന്തായിരുന്നു? സെയിൽസ് റെക്കോർഡ് ചെയ്തു. ബൈ കൺസൈൻമെന്റിന് ക്രെഡിറ്റ് ആണ് ചെയ്തത്, കൺസൈനിയുടെ കയ്യിൽ നിന്ന് ആ കാശ് കിട്ടണമെന്ന് പറഞ്ഞു. സോ കൺസൈനീസ് പേഴ്സണൽ അക്കൗണ്ട് 7,000. പിന്നെന്തായിരുന്നു? കമ്മീഷൻ എൻട്രി നോക്കുക. കൺസൈൻമെന്റിന് എക്സ്പെൻസ് ആണ്, സോ കൺസൈൻമെന്റ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുക. കൺസൈനീസ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കമ്മീഷൻ. Amount was 3,500. And finally, closing stock record ചെയ്യാൻ. Let us record that also. കൺസൈൻമെന്റിനെ ക്രെഡിറ്റ് ചെയ്ത് കൺസൈൻമെന്റ് സ്റ്റോക്ക് ഒന്നും അല്ലെ സ്റ്റോക്ക് ഓൺ കൺസൈൻമെന്റ് ഒന്നും റെക്കോർഡ് ചെയ്യുന്നു നമ്മൾ. ഇത്രയാണ് കൺസൈൻമെന്റ്
നമ്മൾ പറഞ്ഞ എൻട്രി ഒക്കെ പോസ്റ്റ് ചെയ്താൽ വരുന്നത്. നമ്മൾ മേജർലി ഡിസ്കസ് ചെയ്യും. ഇതൊന്ന് നോക്കിയാൽ നമുക്കൊന്ന് മനസ്സിലാവും. ഈ ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റ് നത്തിങ് ബട്ട് ക്യാൻ ബി റിലേറ്റഡ് ടു പർച്ചേസസ് ആണോ? പിന്നെ കൺസൈനി ഇൻകർ ചെയ്ത കുറേ എക്സ്പെൻസ് ഓൺ ബിഹാഫ് ഓഫ് കൺസൈനർ ഉണ്ട്, കൺസൈനറിൻ്റെ കുറേ എക്സ്പെൻസ് ഉണ്ട്, പിന്നെ കൺസൈനിക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന കമ്മീഷൻ, ഇതെല്ലാം എന്താണ്? കുറേ എക്സ്പെൻസ് ആണ് അല്ലേ? ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. കുറേ ഡയറക്റ്റ് എക്സ്പെൻസ് ഫോർ ഈ പെർട്ടിക്കുലർ ഗുഡ്സ് വഴി വന്ന കുറേ എക്സ്പെൻസ്. ഇത് ഡയറക്റ്റ് എന്നും കൊണ്ട് എഴുതിയതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആവേണ്ട, ട്രേഡിംഗ് ആയിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എഴുതിയിരിക്കുന്നതാണ്. So expenses related to these goods. ഇനി ക്രെഡിറ്റ് സൈഡിലേക്ക് വരാം. ഇതെന്താണ്? സെയിൽ. ഇതോ ക്ലോസിംഗ് സ്റ്റോക്ക്. ഇനി ഈ ലെഡ്ജർ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ, ഇതെന്ത് തന്നെയാണ്? ട്രേഡിംഗ് തന്നെയല്ലേ? ട്രേഡിങ്ങിന്റെ ഡെബിറ്റിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ട്രേഡിങ്ങിന്റെ ഡെബിറ്റിൽ പർച്ചേസസ് ഉണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്, ചിലപ്പോഴൊക്കെ ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടെന്നിരിക്കും. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഈ ഇല്ല, പക്ഷെ അടുത്ത വർഷം ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എന്തായി മാറും? ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആവില്ലേ? അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, പർച്ചേസസ് ഉണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ട്, സെയിൽസ് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. ദിസ് ഈസ് നത്തിങ് ബട്ട് അനദർ വേ ഓഫ് ഓർ അനദർ ട്രേഡിംഗ് അക്കൗണ്ട് പ്രസന്റേഷൻ. പക്ഷെ കൺസൈൻമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രേഡിംഗ് ആക്ടിവിറ്റീസ് മാത്രമാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ കൺസൈൻമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള അബ്നോർമൽ ലോസ് വന്നു കഴിഞ്ഞാൽ ട്രേഡിങ്ങിൽ എങ്ങനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുമോ അങ്ങനെ തന്നെയായിരിക്കും ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്. ഇത് കൺസൈൻമെന്റ് അക്കൗണ്ടിന്റെ ട്രേഡിംഗ് ആണ്, ട്രേഡിംഗ് പിക്ചറാണ്. സോ ജനറൽ ട്രേഡിങ്ങിൽ നിങ്ങൾ അബ്നോർമൽ ലോസിനെ എന്ത് ചെയ്യും? ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ഇവിടെയും അബ്നോർമൽ ലോസിനെ എന്ത് ചെയ്യണം? കൺസൈൻമെന്റിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇമാജിൻ ദാറ്റ് വാസ് 10 units, 650. വൈ? സെയിം ലോജിക്. കൊടുത്തുവിട്ട ഗുഡ്സ് 100 യൂണിറ്റ്, അതിൽ കുറേ എക്സ്പെൻസ് ഇൻകർ ചെയ്തു. പക്ഷേ കൺസൈനിയുടെ അടുത്ത് എത്തിയപ്പോഴോ എത്തുന്നതിന് മുന്നെയോ ഇത് നഷ്ടപ്പെട്ടു. ആക്സിഡന്റ് വന്നോ ഫയർ വന്നോ ഒക്കെ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് അല്ലേ? അപ്പൊ അബ്നോർമൽ ലോസ് ആണ്. പക്ഷെ ഇത് കൊടുത്തു വിടുന്ന എക്സ്പെൻസിനകത്തും ഈ കോസ്റ്റിംഗ് ഓഫ് ഗുഡ്സിനകത്തൊക്കെ ഇത് ഇൻക്ലൂസീവ് ആണ്. പക്ഷെ ഇത് എൻ്റെ ഇനി ട്രേഡിംഗ് റിലേറ്റഡ് ലോസ് അല്ല, പക്ഷെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന ലോസ് ആണ്. Therefore, I have to eliminate. Debit side ഇതിന്റെ കോസ്റ്റ് ഉണ്ട്, സോ എലിമിനേറ്റ് ചെയ്യാൻ ക്രെഡിറ്റ് ചെയ്യാൻ. സോ എൻട്രി എന്തായിരിക്കും? അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെന്റ്. ഈ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ മറ്റേ കൺസൈൻമെന്റ് ആണ് ഇവിടെ ചെയ്യുന്നത്. സാധാരണ കൺസൈൻമെന്റ് അല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ ട്രേഡിങ്ങിലാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇവിടെ കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് തന്നെയാണ്. കൺസൈൻമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഗുഡ്സിന്റെ പിക്ചർ ആണ് മാത്രം. ഇനി അടുത്ത പോയിന്റ്, ഫോർ അബ്നോർമൽ ലോസ് റിക്കവേർഡ് ഓർ റിക്കവറബിൾ ഫ്രം ഇൻഷുറൻസ് കമ്പനി. ഒന്നെങ്കിൽ റിക്കവർ ചെയ്തെങ്കിൽ ബാങ്കിൽ വന്ന് കാണും, സോ ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. അല്ല, റിക്കവർ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ എങ്കിൽ ഇൻഷുറൻസ് കമ്പനിനെ ഡെബിറ്റ് ചെയ്യുക. ടു അബ്നോർമൽ ലോസ്. ഫോർ അബ്നോർമൽ ലോസ് നോട്ട് റിക്കവറബിൾ, റിക്കവർ ചെയ്യാൻ പറ്റാത്തത് P&L അക്കൗണ്ട് ഡെബിറ്റ് ടു അബ്നോർമൽ ലോസ്. ഫോർ അബ്നോർമൽ ലോസ് റിക്കവറബിൾ ഫ്രം കൺസൈനി. ഇനി ഏഴാമത്തെയും എട്ടാമത്തെയും പോയിന്റ് നോക്കാം. ഏഴാമത്തെ പോയിന്റ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ? ഇൻഷുറൻസ് കമ്പനിയാണ് ക്ലെയിം തരുന്നതെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് കമ്പനീനെ ഡെറ്റർ അയാളുടെ കയ്യിൽ നിന്ന് കിട്ടണം, അയാൾ ഓൾറെഡി ബാങ്കിൽ തന്നു എന്ന് പറയും. പക്ഷേ ഇൻ സർട്ടൻ സിറ്റുവേഷൻസ് അബ്നോർമൽ ലോസ് ക്യാൻ ഈവൻ ഹാപ്പൻ അറ്റ് കൺസൈനീസ് പ്ലേസ്, അല്ലെങ്കിൽ കൺസൈനിയുടെ ഗോഡൌണിൽ നടന്നിരിക്കാം. അതായത് കൺസൈനി ഗോഡൌണിൽ ഗുഡ്സ് എല്ലാം കിട്ടി അവിടെ സൂക്ഷിച്ചു വെച്ചേക്കാണ്. പക്ഷെ അവിടെ ഒരു തീപിടുത്തം ഉണ്ട്. അത് ആരുടെ അശ്രദ്ധയാണ്? കൺസൈനിയുടെയാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ കൺസൈനറിന് വേണമെങ്കിൽ പറയാം, ഇത് എൻ്റെ തെറ്റല്ല, കൺസൈനറിന്റെ തെറ്റല്ല, അത് കാരണം ഞാൻ ബെയർ ചെയ്യേണ്ട കാര്യമില്ല, നിന്റെ അശ്രദ്ധ കൊണ്ടാണ്. ബിയോട് പറയുകയാണ്, നിന്റെ അശ്രദ്ധ കൊണ്ടാണ്, therefore you bear that loss. അങ്ങനെയാണെങ്കിൽ we can say that ആ അബ്നോർമൽ ലോസിന്റെ എമൗണ്ട് നമ്മൾക്ക് എവിടെ നിന്ന് കിട്ടണം? കൺസൈനിയുടെ കയ്യിൽ നിന്ന് കിട്ടണം. അതുകൊണ്ട് കൺസൈനീസ് പേഴ്സണൽ അക്കൗണ്ട് ഡെബിറ്റ് ടു അബ്നോർമൽ ലോസ്.
much is clear. Consignee account ഇപ്പോൾ നിങ്ങൾ നോക്കുക വേണ്ട, അല്ലെ കൺസൈനീസ് ബുക്സിൽ എന്താണ് എൻട്രി ഉള്ളത് കൺസൈനർ മാത്രം മനസ്സിലാക്കി പോകും. ഇനി നമ്മൾ എടുക്കാത്ത ഒരേ ഒരു പോയിന്റ് ആണ് ഫോർ ബാഡ് ഡെറ്റ്സ്. ബാഡ് ഡെറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇന്നലെ ഫസ്റ്റ് സെഷൻ ജേർണൽസ് എടുക്കുന്നതിന് മുന്നേ ബാഡ് ഡെറ്റ് വന്നാൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. കമ്മീഷൻ റിലേറ്റഡ് ആണ് ആ ഓപ്ഷൻ. എന്തായിരുന്നു ഓപ്ഷൻ? ഡെൽ ക്രെഡർ കമ്മീഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ കൺസൈനി ആയിരിക്കും ബാഡ് ഡെറ്റ് ബെയർ ചെയ്യുന്നത്. ഇമാജിൻ ഡെൽ ക്രെഡർ കമ്മീഷൻ അല്ല, എന്നാൽ കൂടി ബാഡ് ഡെറ്റ് വരാനുള്ള സാധ്യതയില്ലേ, അല്ലെ? XYZ പൈസ തരാതിരിക്കാം. അപ്പൊ ഡെൽ ക്രെഡർ കമ്മീഷൻ അല്ല കൺസൈനിക്ക് കൊടുക്കുന്നതെങ്കിൽ ബാഡ് ഡെറ്റ് ആരുടെയാണ്? കൺസൈനറിന്റെ, നോ ഡൗട്ട്. സോ ദെയർഫോർ ബാഡ് ഡെറ്റ് റെക്കോർഡ് ചെയ്യുന്നതിൽ നമ്മൾ ഈ പോയിന്റ് ശ്രദ്ധിക്കണം. ഡെൽ ക്രെഡർ കമ്മീഷൻ കൊടുക്കുന്നില്ലെങ്കിൽ ബാഡ് ഡെറ്റ് ആരുടെ ഉത്തരവാദിത്വമാണ്? കൺസൈനറിന്റെ. സോ കൺസൈനറിന് ഒരു ലോസ് പോലെയാണ്. ട്രേഡിങ്ങിൽ നമ്മൾ ലോസ് എന്തായിരുന്നു? ഡെബിറ്റ് ചെയ്യുന്നത്, അല്ലെ? എക്സ്പെൻസുകൾ എന്തായിരുന്നു? ഡെബിറ്റ് ചെയ്യുന്നത്. ഇവിടെ കൺസൈൻമെന്റ് വഴി വന്ന ഒരു ലോസ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? കൺസൈൻമെന്റ് അക്കൗണ്ടിൽ എക്സ്പെൻസുകളെല്ലാം ട്രീറ്റ് ചെയ്യുന്ന പോലെ ഈ ലോസും ട്രീറ്റ് ചെയ്യുക. കൺസൈൻമെന്റ് അക്കൗണ്ടിൽ എന്ന് ബ്രാക്കറ്റിൽ എഴുതിക്കൊള്ളുക ബാഡ് ഡെറ്റ്സ്. Now why have we credited consignee's personal account? അതിന് പോയിന്റ് നമ്പർ 4 നോക്കുക. എന്താണ് 4 പറയുന്നത്? സെയിൽസ് റെക്കോർഡ് ചെയ്തു, അല്ലെ? സെയിൽസ് റെക്കോർഡ് ചെയ്തപ്പോൾ നമ്മൾ കൺസൈൻമെന്റിനെ ഫുൾ സെയിൽ 7000 എന്ന് പറഞ്ഞ് കാണിച്ചു. എന്നിട്ട് പറയുകയാണ് കൺസൈനിയുടെ കയ്യിൽ നിന്നാണ് എനിക്ക് ഈ പൈസ കിട്ടേണ്ടത്, അപ്പൊ 7000 കൺസൈനി തരണം. എന്നാൽ XYZന്റെ അടുത്തെത്തിയപ്പോഴാണ് അവരിൽ ഒരാള് പൈസ തരില്ല എന്ന് പറഞ്ഞ് ബാഡ് ഡെറ്റ് ആയി പോയത്. അപ്പൊ ഇനി കൺസൈനി ഈ പൈസ തരുമ്പോൾ ആ എക്സോ വൈയോ ആരെങ്കിലും ആയിക്കോട്ടെ, അസ്യൂം ഇറ്റ് ഇസ് എക്സ് തരാതിരുന്ന പൈസ കൺസൈനിയോട് ഇനി നമ്മൾക്ക് ചോദിക്കാൻ പറ്റുമോ? ഇല്ല, കാരണം അയാൾക്ക് 7000 കിട്ടിയിട്ടില്ല. അയാൾക്ക് ഇമാജിൻ 6000 കിട്ടിയുള്ളൂ. അപ്പൊ കൺസൈനിക്ക് എത്രയേ തരാൻ പറ്റുള്ളൂ? 6000. പക്ഷെ എത്ര അയാൾ തരണമെന്നാണ് നമ്മൾ സെയിലിൽ ആദ്യമേ പറഞ്ഞത്? 7000. സോ therefore ആ ബാഡ് ഡെറ്റ് നമ്മൾ റിവേഴ്സ് ചെയ്യണം. അതായത് അയാൾക്ക് ഇനി ആ കാശ് നമുക്ക് തരാൻ പറ്റില്ല. സോ therefore കൺസൈനീസ് പേഴ്സണൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തിട്ട് കൺസൈൻമെന്റ് അക്കൗണ്ടിന് ബാഡ് ഡെറ്റ് ലോസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഡെബിറ്റ് ചെയ്യുക. ഇതാണ് കൺസൈനിക്ക് ഡെൽ ക്രെഡർ കമ്മീഷൻ കൊടുത്തില്ലെങ്കിലുള്ളത്. എന്ന് വെച്ചാൽ ഡെൽ ക്രെഡർ കമ്മീഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ബാഡ് ഡെറ്റ് ആരുടെ ലോസ് ആണ്, അല്ലെ ആര് ബെയർ ചെയ്യേണ്ടതാണ്? കൺസൈനർ ബെയർ ചെയ്യേണ്ടത്. ഇനി ഡെൽ ക്രെഡർ കമ്മീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലോ ലോസ് ആര് ബെയർ ചെയ്യണം? കൺസൈനി ബെയർ ചെയ്യണം, അതായത് ഏജന്റ് ബെയർ ചെയ്യണം. ആ റിസ്ക് ബെയർ ചെയ്യുന്നതിനാണ് നമ്മൾ എക്സ്ട്രാ കമ്മീഷൻ ഡെൽ ക്രെഡർ ആയിട്ട് കൊടുക്കുന്നത്, അല്ലേ? അപ്പോൾ ഡെൽ ക്രെഡർ കമ്മീഷൻ കൊടുക്കുന്ന കേസുകളിൽ ബാഡ് ഡെറ്റ് കൺസൈനിയുടെ ലോസ് ആണ്. കൺസൈനറിന്റെ ബുക്സിൽ എന്തെങ്കിലും എൻട്രി വരുമോ? നോ എൻട്രി. So this is the sum. These are all the transactions related to consignment. One important entry which is the 13th one for closing goods sent on consignment account. ഈ ഒരു എൻട്രി CMA ഇന്റർമീഡിയറ്റ് പഠിക്കുന്ന സ്റ്റുഡൻസിന് ബ്രാഞ്ച് അക്കൗണ്ടിൽ സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സിൽ പഠിച്ച ഒരു ഓർമ്മ കാണണം. CA ഫൗണ്ടേഷനുകാർ പറയേണ്ട, I will again tell you why it is so. But CMA ഇന്റർമീഡിയറ്റ് നിങ്ങളൊന്ന് വായിച്ചാൽ മനസ്സിലാവും. ബ്രാഞ്ചിൽ സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റത്തിൽ നമ്മളിത് പഠിക്കുന്നുണ്ട്. But anyway, let us take goods sent to consignment. അതായത് കൺസൈൻമെന്റ് ആദ്യമേ നമ്മൾ കൊടുത്തു വിടുന്ന ഗുഡ്സ് എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന എങ്ങനെയായിരുന്നു എന്നാണ് പറഞ്ഞത്. കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുഡ്സ് സെന്റ് ഓൺ കൺസൈൻമെന്റ്. വിച്ച് മീൻസ് കൺസൈൻമെന്റ് അക്കൗണ്ട് ഒരു ട്രേഡിംഗ് പോലെ ഒരു അക്കൗണ്ട് ഓപ്പൺ ആയി അതിലേക്ക് പർച്ചേസ് പോലൊരു എമൗണ്ട് വന്നു. ഇനി കൺസൈനറായ എ ആണ് ഗുഡ്സ് ബിക്ക് കൊടുത്തു വിട്ടത്, അല്ലേ? ഗുഡ്സ് സെന്റ് എ കൊടുത്തു വിടുകയാണ്. എ കൊടുത്തു വിട്ടപ്പോഴാണ് എ റെക്കോർഡ് ചെയ്തത് ഗുഡ്സ് സെന്റ് ഓൺ കൺസൈൻമെന്റ്. എന്നാൽ എ ഇത് കൊടുത്തു വിടണമെങ്കിൽ എക്ക് ഇത് എവിടെന്നെങ്കിലും കിട്ടണ്ടേ?
A has to receive it from somewhere, either through outside purchases or manufacturing on his own. Assume it to be, ഞാനിപ്പോൾ പർച്ചേസസ് എന്നങ്ങ് പറയുകയാണ്. പർച്ചേസ് ചെയ്തോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത റോ മെറ്റീരിയൽ മാനുഫാക്ചർ ചെയ്തോ എങ്ങനെ വേണമെങ്കിലും ആവും. പക്ഷെ എക്ക് ഇത് കൊടുത്തു വിടണമെങ്കിൽ എക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാവണം? പർച്ചേസ് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അന്ന് പർച്ചേസ് ചെയ്തപ്പോൾ എ എന്തായിരിക്കും അവരുടെ ബുക്സിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുക? എൻട്രി പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ് 100 യൂണിറ്റ്സിൻ്റെ 5000 ടു ക്യാഷ്. ഞാനിപ്പോൾ പേ ചെയ്തു എന്നങ്ങ് എഴുതുകയാണ്. ക്യാഷോ ക്രെഡിറ്റോ എന്ത് വേണേലും ആവും. ഇതിൽ നിന്ന് എടുത്ത് ഈ 100 യൂണിറ്റ് ആണ് ആർക്ക് കൊടുത്തത്? ബിക്ക് കൊടുത്തത്. അപ്പോൾ ബിക്ക് കൊടുത്തപ്പോഴാണ് എൻട്രി വന്നത് കൺസൈൻമെന്റ് account debit to goods sent on consignment. ഇനി നോക്കിക്കേ, ഇൻ റിയാലിറ്റി പർച്ചേസ് ചെയ്ത 100 യൂണിറ്റും എങ്ങോട്ട് കൊടുത്തു വിട്ടു? കൺസൈൻമെന്റ് കൊടുത്തു വിട്ടു. പക്ഷെ പർച്ചേസ് ലെഡ്ജർ നോക്കിയാൽ ഇപ്പോഴും പർച്ചേസ് ആയിട്ട് 100 യൂണിറ്റ്സ് കിടക്കുന്നുണ്ട്. ക്രെഡിറ്റോ വേറൊരു ലെഡ്ജറിനാണ് പോയിരിക്കുന്നത്, ഗുഡ്സ് സെന്റ് ഓൺ കൺസൈൻ. അത് മനസ്സിലാകാൻ വേണ്ടിയാണ് കൺസൈൻമെന്റ് വഴി കൊടുത്തു വിട്ട ഗുഡ്സ് ആണ്. പക്ഷെ പർച്ചേസിനെയാണോ ക്രെഡിറ്റ് ചെയ്തേക്കുന്നത്? അല്ല. ഇൻ റിയാലിറ്റി പർച്ചേസ് ചെയ്ത് എല്ലാം തന്നെ പോയി കഴിഞ്ഞു. സോ നൗ വി ഹാവ് ടു സീ. ഇനി ഇത് രണ്ടിനെയും ലിങ്ക് ചെയ്യാതെ പറ്റില്ല. കാരണം ലിങ്ക് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ട്രേഡിങ് പ്രിപ്പയർ ചെയ്യുമ്പോൾ തെറ്റിപ്പോകും. പർച്ചേസ് ആയിട്ട് നമ്മൾ ഇപ്പോഴും 100 യൂണിറ്റ്സ് കാണിക്കും. ഈ ഗുഡ്സ് സെന്റ് ടു കൺസൈൻമെന്റും ഗുഡ്സ് സെന്റ് ഓൺ കൺസൈൻമെന്റും കൺസൈൻമെന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റിലാണ്. അതായത് ഒരു ട്രേഡിങ് പോലെ തന്നെയുള്ള ഒരു എഫക്റ്റ് ആണ് കൺസൈൻമെന്റ് അക്കൗണ്ടിൽ ഈ 5000-നുള്ളത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി എന്ത് സംഭവിക്കുന്നത്? ഒരു ഡബിൾ എഫക്റ്റ് വരും. ആ ഡബിൾ എഫക്റ്റ് നമ്മൾ എലിമിനേറ്റ് ചെയ്യാനാണ് അടുത്ത എൻട്രി എഴുതുന്നത്. കൺസൈൻമെന്റ് വർഷാവസാനം ക്ലോസ് ചെയ്യേണ്ടത് ഗുഡ്സ് സെന്റ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ്. അതായത് ക്രെഡിറ്റ് ഉണ്ടായിരുന്നതിന് ഡെബിറ്റ് ചെയ്ത് എങ്ങോട്ടേക്ക് മാറ്റും? ഒന്നെങ്കിൽ പർച്ചേസസിലേക്ക് ഡയറക്റ്റ്ലി, അല്ല പർച്ചേസസും ഓപ്പണിംഗ് സ്റ്റോക്കും കറണ്ട് ഇയർ മാനുഫാക്ചറിങ് എല്ലാം കൂടെ ഉള്ളതാണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക്. സോ വാട്ട് ഹാപ്പൻസ്? ട്രേഡിംഗ് അക്കൗണ്ട് ഫൈനലി പ്രിപ്പയർ ചെയ്യുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ഓഫ് എ ആസ് എ ബിസിനസ് ആസ് എ ഹോൾ ടു പർച്ചേസ് എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നതിനകത്ത് ഈ 5000 ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോ എമൗണ്ട്, നിൽ. ആൻഡ് കൺസൈൻമെന്റ് അക്കൗണ്ടിൽ ഒരു ഡെബിറ്റ് വന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക്, ട്രേഡിംഗ് ആൻഡ് P&Lലേക്ക് ഒരു എഫക്റ്റ് വന്നു. സോ ഇത്രയും മനസ്സിലാക്കുക. ഇതിന്റെ എഫക്റ്റ് ഞാൻ അടുത്ത പോയിന്റ് ആയിട്ട് പറയാം. പക്ഷെ ഇത്രയും മനസ്സിലാക്കുക, വർഷാവസാനം ഗുഡ്സ് സെന്റ് ഓൺ കൺസൈൻമെന്റിനെ പർച്ചേസസിലേക്കോ അല്ലെങ്കിൽ ട്രേഡിങ്ങിലേക്കോ, അത് ഇന്റർചേഞ്ചബിളി ക്വസ്റ്റ്യൻ ഒക്കെ അനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളുക. അതുകൊണ്ടാണ് ഇവിടെ എൻട്രി തന്നപ്പോഴും ട്രേഡിംഗ് അക്കൗണ്ട് ഓഫ് പർച്ചേസസ് അക്കൗണ്ട് ഞാൻ തന്നിരിക്കുന്നത്. അങ്ങോട്ടേക്ക് ക്ലോസ് ചെയ്യുക. ഇനി അങ്ങനെ ചെയ്യുന്നത് വഴി ട്രേഡിംഗ് P&Lനെ ഇത് എഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിന്റെ കാരണം അടുത്തത്. കൺസൈൻമെന്റ് അക്കൗണ്ടിൽ ട്രേഡിംഗ് അക്കൗണ്ട് പോലെ എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ പറഞ്ഞ ഈ പോയിന്റ് നമ്മൾക്ക് ഇനി ഒന്ന്, ഇവിടെ ഞാൻ ഡയറക്റ്റ് എക്സ്പെൻസ് നിങ്ങൾക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ആയിട്ട് ലിങ്ക് ചെയ്ത് മനസ്സിലാക്കാൻ എഴുതിയതാണെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. ഇനി ഞാനത് മായ്ക്കുകയാണ്. കാരണം ഈ കൺസൈനി എക്സ്പെൻസിൽ കുറച്ച് ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഉണ്ടായിരുന്നു. സോ നിങ്ങളൊരു ട്രേഡിംഗ് P&L ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും. ട്രേഡിംഗ് P&L എന്തൊക്കെയുണ്ട്? ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, സെയിൽസ്, direct expenses, indirect expenses, losses, everything. Indirect expenses ലോസും കൂടെ കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? നെറ്റ് പ്രോഫിറ്റ് അല്ലേ? P&L. അപ്പോൾ ഈ കൺസൈൻമെന്റിലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് either profit or loss which you have gained or lost doing this consignment business alone. കൺസൈൻമെന്റ് വഴി നിങ്ങൾക്ക് കിട്ടിയ ലാഭമോ നഷ്ടമോ ആണ്. അപ്പോൾ ഈ കൺസൈൻമെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബാലൻസിങ് ഫിഗർ ആയിട്ട് കിട്ടുന്നത് അതൊന്നെങ്കിൽ പ്രോഫിറ്റ് ആവാം അല്ലെങ്കിൽ ലോസ് ആവാം. ഞാനിപ്പോൾ പ്രോഫിറ്റ് ആണ് എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് എഴുതിയേ ഉള്ളൂ. അത്
P&L-ലേക്കാണോ പോവേണ്ടത്, ട്രേഡിങ്ങിലേക്കാണോ പോവേണ്ടത്? P&L-ലേക്കാണ് പോകേണ്ടത്. അതിൻ്റെ റീസൺ ആണ് ഞാൻ പറഞ്ഞത്. കൺസൈനീസ് പേഴ്സണൽ അക്കൗണ്ടിൽ ഡയറക്റ്റ് എക്സ്പെൻസും ഉണ്ട്, ഇൻഡയറക്റ്റും ഉണ്ട്. അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസും കൂടെ കഴിഞ്ഞ് കിട്ടുന്ന ഒരു പ്രോഫിറ്റ് എന്താണ്? P&L-ലേക്ക് വരുന്ന നെറ്റ് പ്രോഫിറ്റ് ആണ്. സോ ഇവിടെ കിട്ടുന്ന എമൗണ്ട് എങ്ങോട്ടേക്ക് പോകും? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ട്രേഡിംഗ് ആൻഡ് P&L-ലേക്ക് പോകും. ഇനി നമ്മൾക്ക് ഈ 3 എൻട്രീസും കൂടെ ഒന്നും കൂടെ ലിങ്ക് ചെയ്ത് മനസ്സിലാക്കാം. 2 purchases എന്ന് പറഞ്ഞ് ഇവിടെ 5000 ഉണ്ടെന്ന് വെക്കുക. അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്തു? ഈ എൻട്രി 5000 ക്ലോസ് ചെയ്തു. അപ്പോൾ ഞാൻ ഇതങ്ങ് സ്ട്രൈക്ക് ഔട്ട് ചെയ്യാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. 5000 പർച്ചേസിലേക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ക്ലോസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ കോസ്റ്റ് പോയി എന്നാണ്? അല്ല. ഈ കോസ്റ്റ് എവിടെ വന്നു? കൺസൈൻമെൻറ്റ് അക്കൗണ്ടിലേക്ക് കയറി വന്നു. 5000 കണ്ടു, കൺസൈൻമെൻറ്റിൻ്റെ ഡെബിറ്റ് സൈഡിൽ. ഇനി ആ ഡെബിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കിട്ടിയ ഒരു പ്രോഫിറ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ ബാലൻസിങ് ഫിഗറായിട്ട് കിട്ടാൻ പോകുന്നത്. ആ ബാലൻസിങ് ഫിഗർ നമ്മൾ എങ്ങോട്ടാണ് എഴുതാൻ പോകുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് ബൈ GP ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ട്രേഡിങ്ങിൽ നിന്ന് കൺസൈൻമെന്റ് അല്ലാതെ അയാളുടെ സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അയാൾ ഡയറക്റ്റ്ലി ചെയ്ത സെയിലിൽ നിന്നൊക്കെ ജനറേറ്റ് ചെയ്ത ഗ്രോസ് പ്രോഫിറ്റ്, അതിൻ്റെ കൂടെ നമ്മൾ എന്തും കൂടെ എഴുതും? ഈ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റും കൂടെ എഴുതും. പ്രോഫിറ്റ് മാത്രമാണ് ഇവിടെ എഴുതുന്നത്. ആ പ്രോഫിറ്റ് എങ്ങനെ അറൈവ് ചെയ്തേ? ഈ എക്സ്പെൻസും ഈ ഡെബിറ്റും എല്ലാം കഴിഞ്ഞിട്ട്, വിച്ച് മീൻസ് ഈ ക്രെഡിറ്റിൽ എഴുതിയ പ്രോഫിറ്റ് ഇസ് ആസ് ഗുഡ് ആസ് recording all expenses indirect in trading and direct in trading. അതിൻ്റെ നെറ്റ് എഫക്റ്റ് ആയിട്ട് കൺസൈൻമെന്റ് P&L എന്ന് പറഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. സോ ഈ ഒരു ഒറ്റ എൻട്രി എഴുതുന്നത് വഴി ഓട്ടോമാറ്റിക്കലി ഈ കൺസൈൻമെന്റ് അക്കൗണ്ടിലേക്ക് പർച്ചേസ് ചെയ്ത 5000ൻ്റെ എഫക്റ്റ് കയറി വന്നു കഴിഞ്ഞു. ബട്ട് ത്രൂ 2 ഡിഫറെൻറ്റ് ലെഡ്ജേഴ്സ് എന്ന് മാത്രം, അല്ലെങ്കിൽ ഒരു ലെഡ്ജറും ഒരു സ്റ്റേറ്റ്മെൻറ്റും വഴി മാത്രമാണെന്ന് മനസ്സിലാക്കുക. ക്ലാരിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ നല്ലപോലെ നിന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. എന്തുകൊണ്ടാണ് നമ്മൾ ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെന്റിനെ ട്രേഡിങ്ങിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? So I am going to wind up today's class. I want all of you to go through all the transactions that we have discussed today. ഈ ലിസ്റ്റിനകത്ത് P&L പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ എൻട്രി ഞാൻ എഴുതിയിട്ടില്ല. അതെനിക്ക് തോന്നുന്നു നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടെന്ന് റെഫർ ചെയ്തോളുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു പോയിന്റ് തന്നെയാണ് അതിൻ്റെ എൻട്രി വരാൻ പോകുന്നത്. പ്രോഫിറ്റ് ആണെങ്കിൽ കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു P&L ടു ജനറൽ P&L എന്ന് പറയും. എന്നിട്ട് ജനറൽ P&L-ലേക്ക് അല്ലെങ്കിൽ P&L-ലേക്ക് ക്രെഡിറ്റ് പോകും. ലോസ് ആണെങ്കിൽ P&L-നെ ഡെബിറ്റ് ചെയ്യും, കൺസൈൻമെന്റിനെ ക്രെഡിറ്റ് ചെയ്യും. അത് സ്പെസിഫിക്കലി ഒരു എൻട്രി ആയിട്ട് ഞാൻ ഈ ലിസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. കൺസൈനീസ് ജേർണൽ എൻട്രി നിങ്ങളിപ്പോൾ ആലോചിക്കേണ്ട കാര്യമില്ല. വി വിൽ ടേക്ക് അപ്പ് ഇറ്റ് ഇൻ നെക്സ്റ്റ് ക്ലാസ്. ഇനി അബ്നോർമൽ ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോയിന്റും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. പക്ഷെ അതും കൂടി ഇപ്പോൾ ഞാൻ പറഞ്ഞ് കുറച്ച് കൺഫ്യൂസിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവർ ബർഡൻ ആയിട്ട് തോന്നും. സോ ഐ എം നോട്ട് ഗോയിങ് ടു ഡിസ്കസ് ദാറ്റ്. നമ്മൾ അടുത്ത ക്ലാസ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ആ ഒരു പോയിന്റും കൂടെ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യും. But when you come for next class, or when you listen to the next class on consignment, make sure you thoroughly understand these journal entries. ഇനി journal entry ആയിരിക്കണമെന്നില്ല. നിങ്ങൾക്ക് എപ്പോഴും ചോദ്യം വരുന്നത് directly ledger posting ആയിരിക്കണം. For that you have to be very thorough and confident with your journal entries. So I hope you have understood till now. We will resume our class and discussion on consignment very soon. Thank you. Stay safe and